കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആളെ നോക്കിക്കേ, എന്ത് സൗന്ദര്യത്തോടെയാണ് കർത്താവ് നമ്മളെ സൃഷ്ടിച്ചതല്ലേ, എന്ത് ഭംഗിയായിട്ടാണ്. നമ്മൾ ഓരോരുത്തരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കിക്കോ, എല്ലാവരും നോക്കിക്കോ. വിശ്വസിക്കണം, വിശ്വാസത്താലാണ് ഞാനിത് കണ്ടു പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ബാൽക്കണി ഇരിക്കുന്നവരും കുട്ടികളെ നോക്കുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം. സ്തോത്രം. ഓവർഫ്ലോ ഉള്ളവരാണെങ്കിൽ ഓവർഫ്ലോയിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളെ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ നോക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും, എന്നിട്ട് നോക്കണം. ആരുമില്ലെങ്കിൽ കണ്ണാടി പോയി നോക്കണം. അപ്പോൾ മനസ്സിലാകും കർത്താവ് എത്ര ഭംഗിയായിട്ടാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ചേട്ടാ, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എത്ര കുറ്റം പറഞ്ഞാലും നമുക്ക് നമ്മെക്കുറിച്ചൊരു അഭിമാനം വേണ്ടേ? വേണം. നമുക്ക് നമ്മളെക്കുറിച്ച് അഭിമാനമില്ലെങ്കിൽ ആരെത്ര പറഞ്ഞാലും നമുക്ക് സന്തോഷം വരത്തില്ല. ഇപ്പോൾ നമ്മളിപ്പം സഹോദരനെ കണ്ടിട്ട് പറയാ, എന്നാ ഭംഗിയാ സഹോദരൻ, നിങ്ങളെ കണ്ട, നിങ്ങളുടെ ആ താടിയും നിങ്ങളുടെ ആ മൂക്കും അട്ടിപ്പൊളിയാ നിങ്ങളെന്ന് പറഞ്ഞു. അങ്ങോട്ട് വന്ന് നോക്കിയിട്ട് പാസ്റ്റർ എന്നതാ പറഞ്ഞു, എന്നെ കണ്ട ഇങ്ങനെ നീണ്ടിരിക്കുന്ന മൂക്കും ഇങ്ങനെ ഊശാൻ താടി, എന്നെ കണ്ട എന്നതാ എന്ന് നിങ്ങൾ പറയാൻ തുടങ്ങിയാൽ നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കത്തില്ല. കാരണം നമ്മെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി അല്ലേ? എൻ്റെ മലയാളത്തിൻ്റെ വാക്ക് എനിക്കത് കൈ കിട്ടുന്നില്ല. ദ ലോർഡ് ഹാസ് ക്രിയേറ്റഡ് us ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി. ഭയങ്കരവും അതിശയകരവുമായി അവൻ നമ്മെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ അവന് സ്തോത്രം ചെയ്യുക. എന്തൊരു സൃഷ്ടിയാ അല്ലേ? എന്തൊരു സൃഷ്ടിയാ! നമ്മുടെ അത്രയും മനോഹരമായ ഒരു സൃഷ്ടിയില്ല. എന്തൊരു രസമാ അല്ലേ? എത്ര ടൈപ്പിലുള്ള ആൾക്കാരാ, എന്നാൽ എല്ലാവരും ഒരുപോലാണ്. 700-800 കോടി ആൾക്കാരുണ്ട്. എല്ലാവർക്കും 2 കാല് കുറവുള്ളവരുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, അവരെ കുറ്റം പറയുന്നതല്ല. എന്നാൽ മനുഷ്യനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കണ്ണിരിക്കേണ്ടവിടുത്ത് കണ്ണ്, ചെവി ഇരിക്കേണ്ടവിടുത്ത് ചെവി, മൂക്കിരിക്കേണ്ടവിടുത്ത് മൂക്ക്, കാലിരിക്കേണ്ടവിടുത്ത് കാല്, മുടി ഇരിക്കേണ്ടവിടുത്ത് മുടി എന്ന് വേണ്ട എല്ലാം ഒരുപോലെ. എന്നാൽ എല്ലാവരും വിഭിന്നരുവാ. നമ്മൾ ചില രാജ്യക്കാരെ കാണുമ്പോൾ, പ്രത്യേകിച്ച് ചൈനയിലൊക്കെ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പറയും അവരെല്ലാം കണ്ട് ഒരുപോലെ ഇരിക്കുന്നെന്ന്. പക്ഷേ അവരോട് ചോദിച്ചാൽ അറിയാം, അവർക്ക് എല്ലാവർക്കും വ്യത്യാസമുണ്ട്. ഇവരെ കാണുമ്പോൾ ചി, അവരെ കാണുമ്പോൾ ചു, ഇവിടെ കാണുമ്പോൾ ജു, അവിടെ കാണുമ്പോൾ ജി, ഇവിടെ കാണുമ്പോൾ ജു. പേര് വിളിക്കാൻ അവർക്ക് എളുപ്പമാണ്, കാരണം അവർക്ക് ആ പേരറിയാം. നമ്മളെ കാണുമ്പോൾ അവരും പറയും നിങ്ങളെല്ലാം ഒരുപോലെ ആയിരിക്കുന്നെന്ന്. എന്നാൽ നമ്മുടെ ഇടയിലുണ്ട് ഗ്രേസി, ത്രസ്യാമ, ഒമ്മൻ, ആന്റണി, തങ്കൻ, എല്ലാം നമ്മുടെ ഇടയിലും ഉണ്ടല്ലേ. കർത്താവിൻ്റെ സൃഷ്ടി എന്താ! എത്ര മനോഹരമായിട്ട് അവൻ സൃഷ്ടിച്ചത്! അത്ര മനോഹരമായ സൃഷ്ടി കർത്താവ് നമുക്ക് വേണ്ടി അവൻ ചെയ്തു. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചപ്പോൾ ദൈവം പറയുന്നുണ്ട്, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവനായ ദൈവം. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവനായ ദൈവം. യഹോവ എന്നുള്ള വാക്കിന്റെ അർത്ഥം പഠിച്ചാൽ തന്നെ അതിനകത്തൊരു കാര്യമുണ്ട്, യഹോവ. അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കാത്ത കാര്യങ്ങളെ നമ്മൾ കാണണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. നമ്മൾക്ക് കാണാൻ സാധിക്കാത്ത കാര്യങ്ങളെ നമ്മൾ കാണണം. ചേട്ടാ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കൊച്ചുണ്ടാകത്തില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞാൽ അന്ന് മുതൽ നീ എന്നാ ചെയ്യണമെന്നറിയാമോ? കൊച്ചിനെ കയ്യിലെടുക്കുന്നതും പാല് കൊടുക്കുന്നതും കൊച്ചുമായിട്ട് കൈ പിടിച്ച് സ്കൂളിൽ പോകുന്നതും കൊച്ചിന്റെ കല്യാണം നടക്കുന്നവരെയും കാണാൻ തുടങ്ങണം. എന്തുകൊണ്ടാ? കർത്താവ് പറഞ്ഞ വാഗ്ദത്തത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രാധാന്യം. പക്ഷെ നമുക്കത് കാണാൻ സാധിക്കുന്നില്ലെങ്കിലോ? നമ്മൾ കാണണം. അതുകൊണ്ടാണ് നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളെ നമ്മൾ കാണാൻ തുടങ്ങുമ്പോഴാണ് 4th ഡയമെൻഷൻ ഓഫ് ഫെയ്ത്ത് ആക്ടിവേറ്റ് ആകത്തുള്ളൂ നമ്മുടെ ജീവിതത്തിൽ. നമ്മളൊരു കൊച്ചു വീട്ടിൽ താമസിച്ചിട്ട് എപ്പോഴും ആ വീട് മാത്രം കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഡയമെൻഷനോട് നമുക്ക് കയറാൻ സാധിക്കത്തില്ല. അഥവാ നിങ്ങൾക്ക് ഇതുവരെ ആയിട്ട് വലിയൊരു വീട് സ്വപ്നം കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ
നിങ്ങൾ അടുത്ത ദിവസം ഒരു വലിയ വീട് കാണാൻ വേണ്ടി പോണം. പോകാതിരിക്കരുത്. വലിയൊരു വീട് കാണാൻ വേണ്ടി പോണം. മറ്റുള്ളവരുടെ കഷ്ടതയിലും പ്രയാസത്തിലും വിസ നഷ്ടത്തിലും സാമ്പത്തിക ബുദ്ധിമുട്ടിലും കുടുംബ പ്രശ്നത്തിലും നോക്കിയതിന് ശേഷം അത് സ്വപ്നം കണ്ട് അതാണ് എൻ്റെ ജീവിതം നമ്മൾ കാണാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ചിലപ്പോൾ അത് കടന്നു വരും. അതുകൊണ്ട് നമ്മൾ കാണേണ്ടത് അങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങളെ അല്ല, നമ്മൾ കാണേണ്ടത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകളെയാണ് കാണേണ്ടത്. നമ്മളെ കാണേണ്ടത്. ചിലപ്പോൾ പാസ്റ്റർ എന്നുള്ള നിലയിൽ 2-3 സീറ്റ് അവിടെ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നത്, ചില ദിവസം ഒരാൾ പോലും ഇല്ലാത്തൊരവസ്ഥയൊക്കെ ആണെന്ന് നോക്കുക. നമ്മൾ ആരും ഇല്ലല്ലോ, ഇന്ന് എന്നെ കുറവാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് കഴിയുമ്പം നമ്മുടെ മനസ്സിലോട്ട് വരുന്ന നെഗറ്റീവ് കാര്യങ്ങളാണ്. ഞാൻ നമ്മുടെ ചർച്ചിൽ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ആരെങ്കിലും അമേരിക്കയിലൊക്കെ പോവാണെങ്കിൽ ജോയൽ ഓസ്റ്റീന്റെയും TD ജെക്സിന്റെയും ചർച്ച് പോയെന്ന് കാണണമെന്ന്. എന്തുകൊണ്ടാണെന്നറിയാമോ? അങ്ങനെ കാണുമ്പോഴേ ആ ചർച്ചിന്റെ വലിപ്പവും കാര്യങ്ങളും നമുക്കൊന്ന് മനസ്സിലാകത്തും. നമ്മളിവിടെ ഇരുന്നു കൊണ്ട് 3-4 പേരുള്ള ചർച്ചും 20-30 പേരുള്ള ചർച്ചും കൂടിപ്പോയ 300-400 പേരുള്ള ചർച്ചൊക്കെ കണ്ടു കഴിയുമ്പോൾ 300 പേരുണ്ട്, എന്നാ വലിയ ചർച്ച എന്നറിയാവോ? അപ്പോൾ ജോയൽ ഓസ്റ്റീൻ എന്ന് പറയും എൻ്റെ ചർച്ച 45,000 പേരുണ്ട്. യോങ്കിച്ചൻ എന്ന് പറയും എൻ്റെ ചർച്ചിൽ 7 ലക്ഷം. TD ജെക്സ് പറയുമ്പോൾ എൻ്റെ അവിടെ 20,000-ലധികം ആളുകളുണ്ട്. പറയുക അങ്ങനെ പറയുമ്പോൾ നമ്മൾ 20,000 പേരോ? നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊരു സ്റ്റേഡിയം ഉണ്ട്, അതിനകത്ത് 10,000 പേർക്ക് ഇരിക്കത്തുള്ളൂ. സ്റ്റേഡിയത്തിന്റെ വലിപ്പം കാണണം. 10,000 പേര് വന്ന് ആ സ്റ്റേഡിയം നിറഞ്ഞു. നമ്മുടെ ഈ ഏരിയയിലെ ആളുകൾ മാത്രം വന്നാൽ ഇവിടുത്തെ അടുത്തുള്ള സ്റ്റേഡിയത്തിന് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുത്തെ അടുത്തുള്ള ഒരു 100 ഫാമിലി ഇങ്ങോട്ട് വന്നാൽ ഇതിനകത്തും പുറത്തും ഒന്നും നിറയത്തില്ല. നമ്മൾ വേറെ സ്ഥലം അന്വേഷിക്കേണ്ടി വരും. അത്ര സിമ്പിളാണ്. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാ? നമ്മൾ വലിപ്പമുള്ള കാര്യങ്ങൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് നമുക്കത് കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ ഒതുങ്ങിയിരിക്കുക. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നാം ദൈവിക ദർശനം മനസ്സിലാക്കുവാൻ വേണ്ടി വലിയ കാര്യങ്ങളെ നമ്മൾ കാണാൻ തുടങ്ങണം. സ്തോത്രം. ആൾക്കാർ മുഖം കഴുകണേ മുഖം കഴുകാം. എന്നെയും കൂടെ ഉറക്കരുത് ഇവിടെ ഇരുത്തി. ഉച്ച കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിരിക്കുക. എന്നെയും കൂടെ ഉറക്കിയാൽ എൻ്റെ കയ്യിൽ ഇവിടെ ഒന്നും എറിയാൻ ഞാൻ ചിലപ്പം ഇത് വെച്ച് എറിയും. കൊണ്ടാലൊന്നും പറ്റത്തില്ല, പക്ഷെ ഏറ് തരും. സ്തോത്രം. അല്ല, ഇടയ്ക്കൊന്ന് പറയുന്നത് നല്ലതല്ലേ? ആരാധിക്കുന്നവരുടെ ഇടയ്ക്ക് പോയി നിന്നാലേ നമ്മൾ ആരാധിക്കത്തുള്ളൂ. ആരാധിക്കാൻ പറയുമ്പം ഇങ്ങനെ ആരാധിക്കുന്നവന്റെ മുഖത്ത് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരുത്തിനും ആരാധിക്കാൻ പറ്റത്തില്ല. ആരാധിക്കാൻ എഴുന്നേറ്റ് നിന്ന് ഇനി ആരെങ്കിലും താല്പര്യം എഴുന്നേക്കാൻ പറയണ്ട. ഒരുത്തിനും താല്പര്യമില്ല. ഉറങ്ങിക്കോളാൻ പറഞ്ഞ അപ്പൊ ഉറങ്ങും, അതിന് താല്പര്യമാ. ഇനിയും പറയണം, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാൻ പറയണം. എല്ലാവരും നമ്മൾ കമാൻഡ് ചെയ്യാനാണ് പഠിക്കേണ്ടത്, അല്ലാതെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യാനല്ല പഠിക്കേണ്ടത്. കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ. കമാൻഡ് ചെയ്യണം. എല്ലാവരും എഴുന്നേറ്റ് കരങ്ങളെ അടിച്ചേ, അതെന്നാ 3ാമത്തെ സീറ്റിൽ നിന്നാൽ കരപടിച്ചേ എന്ന് പറയണം. എന്തുകൊണ്ടാണെന്നറിയാമോ? ആരാധിക്കാത്തവനെ ആരാധിക്കാൻ പഠിപ്പിക്കണം. എന്തുകൊണ്ടാ? ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ കൈകെട്ടി നിൽക്കാനല്ല. നമ്മൾ നമ്മുടെ കൊച്ചിനെ വാരി പുണരാൻ വേണ്ടി ചെല്ലുമ്പോൾ കൊച്ചു കൈ കെട്ടി നിൽക്കണം, നമുക്ക് ബുദ്ധിമുട്ട് വരും. കൊച്ചു കൈ നീട്ടി ഡാഡാന്ന് പറഞ്ഞ് ഓടി വരുമ്പോൾ നമ്മൾ കോരിയെടുക്കും. കർത്താവ് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നിന്നെയൊന്ന് നിറയ്ക്കുവാൻ വേണ്ടി കർത്താവ് നോക്കുമ്പോൾ ഞാൻ വാ തുറക്കത്തില്ല, ഞാൻ വായടച്ചേ വെക്കത്തുള്ളൂ. ഞാൻ വായടച്ച് വെക്കും. വേണമെങ്കിൽ കർത്താവ് കമ്പിട്ട് കുത്തി തുറന്നോളാൻ പറഞ്ഞാൽ കർത്താവിന് കുത്താൻ വേറെ പണിയുണ്ട്. കർത്താവിനെ ആരാധിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ വേറെ ഉണ്ട്. കർത്താവ് അങ്ങോട്ട് പോവും. അതുകൊണ്ട് കിട്ടുന്ന അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം അറിയാമോ? കർത്താവിനെ ആരാധിക്കണം. പിച്ച് കൂടിപ്പോയി, ശബ്ദം കുറഞ്ഞു പോയി, തൊട്ടടുത്തേക്ക് നമ്മൾ കൈയടിച്ചില്ല, ഇന്നിട്ടിരുന്ന ബ്രൗൺ ഷർട്ടായിരുന്നു, സഹോദരി ഇട്ടിരുന്ന തലയിലെ തുണി താഴെ പോയി. ഷേടാ, കർത്താവ് ഇത് വല്ലതാണോ കർത്താവ് നോക്കുന്നേ? തലേ തുണി ഇട്ടാ കുഴപ്പം, തലേ തുണി ഇട്ടില്ലേ കുഴപ്പം.
തല തുണി ഇട്ടാ പറയും, ഇട്ടപ്പം മുമ്പ് മൂടിയില്ലെന്ന് പറയും. ഇട്ടില്ലേ പറയും, ഇട്ടില്ലെന്ന് പറയും. വെള്ള ഷർട്ടിട്ടാ പറയും തേച്ചിട്ടില്ലാരെന്ന് പറയും. വെള്ള ഷർട്ടിട്ടില്ല പറയും കറുത്ത് ഇട്ടുകൊണ്ട് വന്നെന്ന് പറയും. കുറ്റമേ ഉള്ളൂ. നമ്മൾ നോക്കേണ്ടത് ഇതിലോട്ടൊന്നും അല്ല. നമ്മൾ നോക്കേണ്ടത് നമ്മളെ സ്നേഹിച്ച് ചിരിക്കുന്ന യേശുവിന്റെ മുഖത്തോട്ട് നോക്കിയാൽ മതി, ആരാധന തന്നെ വരും. അതിന് യേശുവുമായിട്ടൊരു ബന്ധം വേണം. യേശുവുമായിട്ടുള്ള ബന്ധമുള്ളവന് ആരാധന എന്ന് പറയുമ്പോൾ എക്സൈറ്റ്മെന്റ്. അവൻ നോക്കിയിരിക്കുകയാ. എന്നാന്നറിയാമോ? ഓ, ഒരു പാട്ട് പാടുന്നുണ്ട്, നമുക്കൊന്ന് ആരാധിക്കാൻ പറ്റിയ സമയമാണ്. പാട്ട് പാടണമെന്ന് എവിടാ പറഞ്ഞ് ആരാധിക്കാൻ വേണ്ടി? പാട്ട് പാടണ്ട. ആരാധനയും അഭിഷേകവും ഉള്ളവന് പാട്ട് പാടണ്ട. അവൻ നടക്കുമ്പോൾ അവൻ അന്യപാട്ട് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നേ. അവന് മണിക്കൂറുകൾ ആരാധിക്കാം, അവന് പാട്ട് വേണ്ട. എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ എപ്പോഴും കണക്റ്റഡ് ആ സ്വർഗവുമായിട്ട്. കർത്താവ് നോക്കുന്ന അതുപോലുള്ള ആൾക്കാരെയാ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നനഞ്ഞ വിറക് കത്തിക്കുന്ന പോലെ ഊതി 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 മണ്ണെണ്ണ ഒഴിച്ച് പെട്രോൾ ഒഴിച്ച് കുഴല് വെച്ച് ഹൂ ഹൂ ഊതുന്നവന്റെ ചുണ്ടുണങ്ങുന്നതല്ലാതെ വിറക് കത്തുന്നില്ല. എന്നാൽ അന്ന് ഞാൻ വിശ്വസിക്കുന്നു, നനഞ്ഞ വിറകിനെയും കത്തിക്കുന്ന അഭിഷേകം കർത്താവ് അയക്കും. സ്തോത്രം, ഹല്ലേലൂയ. നനഞ്ഞ വിറകിനെയും കർത്താവ് കത്തിക്കും. അങ്ങനെ ഒരു അഭിഷേകമാണ് ഇന്നത്തെ കാലത്ത് വേണ്ടത്. റോട്ടിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും നിൽക്കുന്നവൻ അഭിഷേകം പ്രാപിക്കണം. സ്തോത്രം. നമ്മൾ ബസ്സേ കയറുമ്പോൾ ബസ്സിനകത്ത് ഇരിക്കുന്നവൻ അഭിഷേകം പ്രാപിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അതിന് കർത്താവിനോടൊരു സ്നേഹമുള്ളവന് മാത്രമേ അത് നടക്കത്തുള്ളൂ. ഇപ്പൊ ക്രിക്കറ്റ് കളിയെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും 10 നാക്ക്, ആർക്കും ഉറങ്ങുകയും വേണ്ട, അല്ലേ? ബാർബിക്യൂ വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ബാർബിക്യൂ ഉറങ്ങുന്നുണ്ടോ? എല്ലാവരും തുള്ളിച്ചാടിയ ബാർബിക്യൂ വെക്കുന്നേ. പക്ഷേ കർത്താവിന്റെ കാര്യത്തിൽ വരുമ്പോൾ എല്ലാവർക്കും ഉറക്കം. എന്തുകൊണ്ടാണെന്നറിയാമോ? പാർട്ടിസിപ്പേഷൻ കുറവായതുകൊണ്ട്. കർത്താവുമായിട്ട് നമ്മൾ കർത്താവ് നമ്മൾ പണ്ട് സാമുവൽ മോറിസ് എന്നൊരു പയ്യനുണ്ടായിരുന്നു. പുള്ളിയൊരു ആഫ്രിക്കക്കാരായിരുന്നു, സാമുവൽ മോറിസ്. ഒരു കപ്പലിലോട്ട് കയറി കപ്പലിൽ ചെന്ന് ഇരുന്നതേ ഉള്ളൂ. കപ്പലുണ്ടായിരുന്ന അന്നത്തെ വലിയ കപ്പലല്ല, വർഷങ്ങൾ മുമ്പ് മുഴുവൻ ആളുകളും കരയാൻ തുടങ്ങിയിരുന്നു. എല്ലാവർക്കും പെട്ടെന്ന് പാപബോധം ഉണ്ടായി. കപ്പലിലെ മുഴുവൻ ആളുകളും കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ചു. കൈകൊട്ടേണ്ടി വരും പല പ്രാവശ്യം ഇന്ന് ഇവിടെ. സ്തോത്രം. ഇനി ആൾക്കാരെ അടുത്തടുത്തിരിക്കും, ഇരുത്തും. ഉറങ്ങുന്നവർക്കിട്ട് ഞുള്ളു കൊടുക്കും. സ്തോത്രം. ആവശ്യം തോന്നല്ലേ? ചില സമയത്ത് ആവശ്യമാണ്. എത്ര പ്രാവശ്യം പറഞ്ഞാലും ഒന്നൊന്ന് ഇളക്കാൻ പറ്റുന്നല്ലേ? ഈ അലുവ ഇളക്കുന്ന പോലെ അലുവയ്ക്ക് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. ഇച്ചിരി നിർത്തി കഴിഞ്ഞാൽ അടി പിടിക്കും. അലുവ ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇളക്കിയിട്ടുണ്ടോ? ഇളക്കി നിർത്താൻ പറ്റുമോ? കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് കണ്ടിന്യൂസ് ഉറങ്ങരുത് എന്ന് പറഞ്ഞില്ലെങ്കിൽ ഉറങ്ങും. പ്രയാസപ്പെടേണ്ട. പൗലോസ് പ്രസംഗിച്ചപ്പോഴും ആൾക്കാർ ഉറങ്ങി. ഒരു താഴെയും പോയി. പിന്നെ പൊക്കിയെടുത്തോണ്ട് വന്നു. ഇവിടെ പിന്നെ താഴെ വീണ ഒടിയത്തുമില്ല, ജാഗത്തുമില്ല, കാരണം കാർപ്പറ്റാ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ നനഞ്ഞ വിറകുകളെ പോലും കത്തിക്കുന്നവരായിരിക്കണം. എങ്ങനെ? നമ്മൾ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ, നമ്മളൊരു ബസ്സേ കയറുമ്പോൾ, നമ്മളൊരു കടയിൽ ചെന്നാ അവിടെ ആ വ്യത്യാസം കാണണം. നമ്മൾ കയറുന്നവിടത്ത്, നമ്മൾ ചെല്ലുന്നവിടത്തും ആളുകൾ നമ്മൾ ക്യാരി ചെയ്യുന്ന അഭിഷേകത്തെ കുറിച്ച് ഒരു മനസ്സിലാക്കാൻ ഇടയാകണം. അതിന് ഒന്നാമത്തെ കാര്യം, നമ്മുടെ മനസ്സിലെ ചിന്ത എന്താന്ന് നോക്കണം. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം എന്തുവാ ആഗ്രഹം? ആ ആഗ്രഹത്തെ കർത്താവ് കാണുന്നേ. ഇപ്പൊ എന്നെ വെട്ടിക്കേറി പൊളിച്ചു നോക്കിയാൽ മുഴുവൻ കാണുന്നത് സുവിശേഷ വേലയും മിനിസ്ട്രിയും ഉണർവും മാത്രമല്ല. വേറൊന്നും എനിക്ക് കാണാൻ പറ്റത്തില്ല. ശരിയാ, വലിയ വീട് വിട്ടിയാക്കൊള്ളാൻ ആഗ്രഹമുണ്ടോ? ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതൊന്നും അല്ല അകത്ത് കാണുന്നത്. അകത്ത് കാണാൻ പോകുന്ന എന്നാന്നറിയാമോ? കർത്താവിന്റെ വേലയാ. നമ്മുടെ മനസ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അതാ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് നിങ്ങളെ ഓരോരുത്തരെ ആയിട്ട് തുറന്നാൽ അകത്തുനിന്ന് എന്നതാ കിട്ടുന്നേ? 1% സുവിശേഷ വേലയെ കുറിച്ചുള്ള ദാഹം
അഭിഷേകത്താൽ നിറയണം, കൃപാവരങ്ങൾ വേണം, ഞാൻ കൈവച്ച രോഗികൾ സൗഖ്യമാകണം, ഞാനൊരു അനുഗ്രഹമായിരിക്കണം, ഞാൻ ചെല്ലുന്നിടത്ത് മാറ്റമുണ്ടാകണം, കർത്താവിൽ ഞാൻ കൂടുതൽ പ്രാപിക്കും, കർത്താവുമായിട്ട് കൂടുതൽ അടുക്കണം. വീട്ടിലോട്ട് ഓടിപ്പോവുക. എന്തിനാണെന്നറിയാമോ? വീട്ടിലോട്ട് ഓടിപ്പോവുക പ്രാർത്ഥിക്കുന്ന കർത്താവെ, ചെന്ന് കഴിഞ്ഞ് 2 മണിക്കൂർ ഇരുന്ന് ആരാധിക്കുവാനുള്ള സമയം തരണമേ. ഇത് നേരെ തിരിച്ചാ. ചെന്ന് കഴിഞ്ഞാൽ 2 കോമഡി ഷോ കാണാമല്ലോ ഇരുന്ന് ഓർത്താ പോകുന്നേ. കർത്താവിന് എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും? കർത്താവ് നോക്കുന്നത് അവന് വേണ്ടി ദാഹിക്കുന്ന ഒരു ജനത്തെയാ കർത്താവ് നോക്കുന്നേ. അവന് വേണ്ടി കൊതിക്കുന്ന ഒരു സമൂഹത്തെയാ കർത്താവ് നോക്കുന്നേ. പുറത്തോട്ടേറെ നമ്മള് ജോലി കഴിഞ്ഞ് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഉള്ളവരൊക്കെ ജോലി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കൃന്ന് അടിച്ചു കഴിഞ്ഞ് എടുത്ത് വർത്താനമാണ്. രാത്രി ഉറങ്ങുന്നത് പോലും പറഞ്ഞ് ഓക്കെ 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 ഹലോ ഹലോ ഉറക്കം കേട്ടാ, ഉറങ്ങിപ്പോയി, സമയമില്ല കർത്താവുമായിട്ട്. കർത്താവ് നോക്കിയിരിക്കുക. കർത്താവിനോട് അങ്ങനെ വർത്താനം പറഞ്ഞ് ഉറങ്ങിപ്പോയാലും കുഴപ്പമില്ല, വർത്താനം പറഞ്ഞൊരു സമൂഹത്തെ. അങ്ങനെയുള്ളവന്റെ മേലാണ് കർത്താവിന്റെ അഗ്നി അയക്കുന്നത്. ഒരു വ്യക്തിയോട് 15 മിനിറ്റ് 10 മിനിറ്റ് വർത്താനം പറഞ്ഞാൽ മതി, അറിയാൻ പറ്റും ഇവനിൽ വ്യാപരിക്കുന്ന ആഗ്രഹം എന്താണെന്നുള്ളത്, ഇവന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് എന്താണെന്ന് അറിയാൻ പറ്റും. ഒരാളുടെ അടുത്ത് പോയി ഇരുന്നാൽ മതി, കൈ കൊടുത്താൽ മതി, സംസാരിച്ചാൽ മതി, 5 മിനിറ്റ് വർത്താനം പറഞ്ഞാൽ അറിയാം, പുറത്തു വരും സാധനം. എന്തുകൊണ്ടാണെന്നറിയാമോ? കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അവന് വേണ്ടി എരിവുള്ളവരാകണം. അങ്ങനെ എരിവുള്ള ഒരു കൂട്ടത്തെയാ കർത്താവ് നോക്കുന്നത്. അങ്ങനെയുള്ളവനെ കർത്താവിന് ഉപയോഗിക്കാനും പറ്റത്തുള്ളൂ, അല്ലാത്തവനെ കർത്താവിന് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ട്. നാണമില്ലാത്തവനെ കർത്താവിന് പറ്റത്തുള്ളൂ. നാണമുള്ളവനെ കർത്താവിന് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഭയമില്ലാത്തവനെയാ കർത്താവിന് ഇഷ്ടം. പക്ഷെ നമ്മളെല്ലാവരും ഇച്ചിരി ഭയമുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് കർത്താവ് നമ്മളെ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കണ്ണിന് കാണുവാൻ സാധിക്കാത്ത കാര്യങ്ങളെയാ കർത്താവ് നമ്മളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കണ്ണിന് കാണാൻ പറ്റത്തില്ല. നമ്മുടെ കണ്ണിന് കാണുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ കണ്ണിന് കാണാൻ when you begin to see what you cannot see, you will begin to receive what God has planned for you. നിന്റെ കണ്ണിന് കാണാത്തത് നീ കാണുവാൻ തുടങ്ങുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നിനക്ക് ലഭിക്കാൻ തുടങ്ങും. സ്തോത്രം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ മഴയുടെ കോൾ കാണത്തില്ല, കാറ്റ് കാണത്തില്ല, എന്നാൽ താഴ്വര വെള്ളം കൊണ്ട് നിറയും. സ്തോത്രം. ദിനവൃത്താന്തത്തിലാന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ കാറ്റ് കാണത്തില്ല, മഴയുടെ കോൾ കാണത്തില്ല, കാറ്റുണ്ടാകത്തില്ല, പക്ഷെ എന്ത് ചെയ്യും? സംഭവിക്കുവാൻ പോകുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്തുവാ? അവിടെ മഴ ഒന്നും ഉണ്ടാകത്തില്ലെങ്കിലും താഴ്വര എന്നാ ചെയ്യും? വെള്ളം കൊണ്ട് നിറയും. താഴ്വര വെള്ളം കൊണ്ട് നിറയും. അപ്പൊ താഴ്വര വെള്ളം കൊണ്ട് നിറയുമെന്ന് കർത്താവ് പറയുമ്പോൾ അത് നിറയുന്നത് കാണുവാൻ നമ്മുടെ മനസ്സിന് സാധിക്കും, നമ്മുടെ ആത്മീയ കണ്ണുകൾക്ക് അത് കാണുവാൻ സാധിക്കും. അങ്ങനെയുള്ളവന്റെ മേൽ അത്ഭുതം നടക്കുന്നു. നിന്റെ മകൻ ഒരു ഡോക്ടറാകും, മകളൊരു ഡോക്ടറാകുമെന്ന് പറഞ്ഞാൽ, കർത്താവ് വാഗ്ദത്തം ചെയ്താൽ, എപ്പോൾ കണ്ണടയ്ക്കുമ്പോഴും അവളെ നോക്കുമ്പോഴും അവളൊരു ഡോക്ടറായിട്ട് ഒരു സ്റ്റെത്തുമൊക്കെ ഇട്ട്, അല്ലെങ്കിൽ ഒരു മെയിൻ സർജനായിട്ട് തിയേറ്ററിൽ നിന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും എസ്റ്റാബ്ലിഷ് സർജനായിട്ട് അവളുടെ പേര് എപ്പോൾ വായിക്കുമ്പോഴും ഡോക്ടർ ഡോക്ടർ എന്നും പറഞ്ഞ അവളുടെ പേരും കഴിഞ്ഞ് FRCS BS ഒക്കെ എഴുതി ഒരു പേര് കാണാൻ തുടങ്ങണം. എങ്ങനെയാണെന്നറിയാമോ? കർത്താവ് നിന്നോട് പറയുമ്പോൾ അത് നീ സ്വീകരിച്ചിട്ട് അത് അകത്തു വെച്ച് നീ ഒന്ന് ബേക്ക് ചെയ്ത് നശിപ്പിച്ച് കളയാതെ അതൊന്ന് ഹാച്ച് ചെയ്ത് പുറത്തെടുത്ത് അതിന്റെ ഫലം കാണണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബിഗിൻ ടു സീ വിത്ത് യുവർ സ്പിരിച്വൽ ഐസ്. നീ നിന്റെ ആത്മീയ കണ്ണുകൾ കൊണ്ട് കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങളെ കാണുവാൻ തുടങ്ങണം.
സ്തോത്രം. എൻ്റെ അപ്പൻ ഇത്രേ ആയുള്ളൂ, എൻ്റെ വല്യപ്പനും ഇത്രേ ആയുള്ളൂ, ഞാനും അത്രേ ആകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ മീൻ വറചട്ടി കടക്കുന്നത് പോലെ കടക്കത്തേ ഉള്ളൂ. എന്നാൽ നാം മനസ്സിലാക്കണം, കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അപ്പനെ പോലെ വല്യപ്പനെ പോലെ ആകാനുമല്ല. അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തമാ കടക്കുന്നേ, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അത് കാണുമ്പോൾ നമ്മൾ കാണണം, നമ്മുടെ പേർ കർത്താവ് വലുതാക്കുന്നു. എന്റെ പേര് ഒരിടത്തും വലുതാകണ്ടെന്നല്ല, ദൈവിക വാഗ്ദത്തമാ നിന്റെ പേർ ഞാൻ വലുതാക്കുമെന്ന്. അവൻ അങ്ങനെ വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തിൽ വിശ്വസിക്കണം, അവനോട് എഗ്രി ചെയ്യണം. എന്നിട്ട് അവനോട് പറയണം, കർത്താവേ നീ പറഞ്ഞ വാഗ്ദത്തത്തെ ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ പേർ നീ വലുതാക്കാൻ പോകുകയാ, ഞാൻ ലോക രാഷ്ട്രങ്ങൾക്ക് അനുഗ്രഹമാകുവാൻ പോകുകയാ, ഞാനൊരു അനുഗ്രഹമായിരിക്കും, ഞാൻ മറ്റുള്ളവരെ അനുഗ്രഹിക്കും. എനിക്ക് കിട്ടുന്ന അനുഗ്രഹം ഞാൻ സൂക്ഷിച്ചു വെക്കുമെന്നല്ല, എനിക്ക് കിട്ടുന്ന അനുഗ്രഹം ഓവർഫ്ലോ ആയിട്ട് ഞാൻ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവനാകും. ഹല്ലേലൂയ. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു രീതി നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല. അവൻ ആഗ്രഹിക്കുന്നത് നാം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകുവാൻ, ക്രിസ്തുവിൽ നാം ഒരു അനുഗ്രഹമാകണം. സ്തോത്രം. അപ്പോൾ അങ്ങനെ അനുഗ്രഹമാകുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരായ നാം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകുന്നത് ദർശനം കാണാൻ തുടങ്ങണം. നമ്മുടെ സ്വപ്നങ്ങൾ അതായി മാറണം, നമ്മുടെ ചിന്തകൾ അതായി മാറണം, നമ്മുടെ ചിന്താഗതികൾ അതായി മാറണം, നമ്മുടെ സംസാരങ്ങൾ അതായി മാറണം. എനിക്ക് താ എന്നുള്ളത് മാറി, ഞാൻ കർത്താവ് തന്നാൽ ഞാൻ കൊടുക്കും. സ്തോത്രം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് നാറ്റമുണ്ട്, ഒഴുകുന്ന വെള്ളത്തിന് നാറ്റമില്ല. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് തരുന്നത് എന്തിനാണെന്നറിയാമോ? കൊടുക്കാൻ വേണ്ടിയാ. സ്തോത്രം. 3 ആഴ്ച മുമ്പ് കർത്താവിനോട് പറഞ്ഞു, ഞാൻ അനുഗ്രഹിക്കുവാൻ പോയാന്ന്. സ്തോത്രം. അപ്പോ കർത്താവ് ഈ അനുഗ്രഹിക്കാൻ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ചിന്തയുണ്ട്. വളരെ മനസ്സിലാക്കണം, അനുഗ്രഹിക്കാൻ പോവുക എന്ന് പറഞ്ഞ എല്ലാവരുടെ ഒരു ചിന്ത കർത്താവ് ഇങ്ങനെ തരുമെന്ന. യേസ് തരും, പക്ഷെ അവൻ ഒരു കാര്യം പറയുന്നുണ്ട്, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക്. ആൾക്കാർക്ക് കൊടുക്കാൻ മനസ്സില്ല, പക്ഷെ ലഭിച്ചുകൊണ്ടേയിരിക്കണമെന്നാ. എന്നാൽ കർത്താവ് പറയുന്നത്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആദ്യം ചെയ്യേണ്ട കാര്യം എന്നാണെന്നറിയാവോ? കൊടുക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. എടാ, നിനക്ക് അടുത്ത വർഷം നിന്റെ വാഴത്തോട്ടം നിറഞ്ഞ് കൊലകളായിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞാൽ, ഈ വർഷം നീ വാഴ വെത്തിട്ടില്ലെങ്കിൽ അടുത്ത വർഷം കൊല കിട്ടത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് നിന്നെ കർത്താവ് അനുഗ്രഹിക്കുമെന്ന് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടോ? ധൈര്യത്തോടെ സന്തോഷത്തോടെ കയ്യിലുള്ളതും കൂടെ നീ വാരിക്കോരി അങ്ങ് കൊടുക്ക. എന്നിട്ട് കർത്താവിനോട് പറ, കർത്താവേ നിന്റെ വാഗ്ദത്തം എന്നെ അനുഗ്രഹിക്കുമെന്ന ഞാനത് വിശ്വസിക്കുന്നു, ഞാൻ വാരിക്കോരി കൊടുത്തിട്ടുണ്ട്, ഇനി നിന്റെ റെസ്പോൺസിബിലിറ്റി എന്നെ അനുഗ്രഹിക്കേണ്ടത്. കർത്താവ് സ്വർഗത്തിൽ ദൂതന്മാരോട് പറയും, എന്റെ മകൻ എന്റെ വാക്ക് കേട്ട് അനുസരിച്ചിട്ടുണ്ട്, സ്വർഗീയ കവാടങ്ങളെ തുറന്ന് അവനെ ഒന്ന് അനുഗ്രഹിച്ചേരെ. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അനുഗ്രഹിക്കും, ആർക്കൊന്നും കൊടുക്കണ്ട, സൂക്ഷിച്ചു വെച്ചോ. സൂക്ഷിച്ചു വെക്കുവാനല്ല, ദൈവത്തിന്റെ വചനം പറയുന്നു, ധാന്യം സൂക്ഷിച്ചു വെക്കുന്നവനെ ജനം ശപിക്കുന്നു. ഏതാ ചെയ്യുന്നേ? ജനം ശപിക്കുന്നു. The people curses who withheld or withhold the grain. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവം അവന് ധാന്യം കൊടുത്തത് എന്തിനു വേണ്ടിയാ? മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാൻ. ദൈവത്തിന് ധനവാനെ കുറിച്ച് കാണുന്നുണ്ട്. അവൻ പറയുകയാണ്, ഇപ്രാവശ്യം എനിക്ക് ഇഷ്ടം പോലെ ധാന്യമുണ്ടായി, ഞാൻ എൻ്റെ പണ്ടികശാലകൾ പൊളിച്ച് എനിക്ക് കിട്ടിയ ധാന്യം മുഴുവൻ ഞാൻ എന്ത് ചെയ്യും? സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് ഞാൻ എൻ്റെ സോളിനോട് I will tell my soul, ഞാൻ എൻ്റെ ദേഹിയോട് പറയും. എന്ത് പറയും? ഇതാ നാളുകൾ സന്തോഷിക്കുവാനുള്ളത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു, തിന്നുക, കുടിക്കുക, സന്തോഷിക്കുക എന്ന് പറയും. മൂഢ, നിന്റെ ആത്മാവിന് ഇന്ന് രാത്രിയിൽ നിന്നോട് ചോദിച്ചാൽ കൂട്ടിവെച്ചതൊക്കെയും ആർക്ക്? എന്തുകൊണ്ടാണെന്നറിയോ ദൈവം മൂഢാന്ന് അവനെ വിളിച്ചത്? ദൈവം അവന് സമ്പത്തുണ്ടായത് കൊണ്ടല്ല അവനെ മൂഢാന്ന് വിളിച്ചത്. ദൈവം അവന് ഇപ്രാവശ്യം വാരിക്കോരി എല്ലാ വർഷത്തെക്കാളും അനുഗ്രഹം കൊടുത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം, അവന് കിട്ടിയ അനുഗ്രഹം അവൻ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടിയാണ് കർത്താവ് തന്നത്. സ്തോത്രം. നിനക്കുണ്ടാകുന്ന കൃപകളും കൃപാവരങ്ങളും, നിനക്കുണ്ടാകുന്ന ദൂതുകളും, നിനക്കുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും നിന്റെ ആവശ്യത്തിന് മാത്രമല്ല, അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുവാൻ വേണ്ടിയാണ് കർത്താവ് തന്നിരിക്കുന്നത്. അത് കൊടുക്കുന്നില്ല എങ്കിൽ കർത്താവ് നമുക്ക് തന്ന കൃപകളെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കും.
സ്തോത്രം. അതുകൊണ്ട് നാം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരായിരിക്കയാൽ അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. ബിക്കോസ് യു ആർ കോൾഡ് ടു ബി ബ്ലെസ്ഡ്, ബി എ പേഴ്സൺ ഹു ബ്ലെസ് അതേഴ്സ്. നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നതാ നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ മാനുഷിക കണ്ണുകൾക്ക് കാണുവാൻ സാധിക്കാത്തത് നമ്മുടെ ആത്മീയ കണ്ണുകൾ കൊണ്ട് കാണുവാൻ തുടങ്ങണം. കണ്ടോ, നമ്മുടെ ഇപ്പൊ നമ്മുടെ ഹോളിന്റെ ഏറ്റവും പുറകിലത്തെ കസേരയിൽ പോലും ആളുകൾ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടോ? കോർണറിൽ അവിടെ ആളുകൾ നിൽക്കുന്നത് കണ്ടോ? ഇടയില്ലാഞ്ഞിട്ട് ആളുകൾ വന്ന് സൈഡിൽ കൂടെ നോക്കുന്നത് കണ്ടോ? എന്തുകൊണ്ടാണെന്നറിയാമോ? അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു സീ ദാറ്റ് ഇൻ ഫെയ്ത്ത്. സ്തോത്രം. നമ്മളത് കാണണം. എന്നും ഒരു കൊച്ചു കൊയറുമായിട്ട് 2-3 പേര് പാടുന്നത് അല്ല നമ്മൾ കാണേണ്ടത്. നമ്മൾ ഇന്റർനാഷണൽ സ്റ്റേജുകളിൽ നിന്നുകൊണ്ട് വർഷിപ്പ് ലീഡ് ചെയ്യുന്നതും അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്നതും ദശലക്ഷക്കണക്കിന് ആൾക്കാർ കൂടുന്നതും അങ്ങനെയുള്ള ശുശ്രൂഷകളും രോഗസൗഖ്യങ്ങളും നമ്മൾ കാണുവാൻ തുടങ്ങണം. ഹല്ലേലൂയ. ഒരു മീറ്റിംഗിൽ തന്നെ 8-10 ലക്ഷം പേര് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത് കാണാൻ തുടങ്ങണം. ഒറ്റ മീറ്റിംഗിൽ തന്നെ 30 ലക്ഷം പേരോളം ആളുകൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത് കാണാൻ തുടങ്ങണം. വന്ന് മീറ്റിങ്ങിന് വന്ന എല്ലാവരും, യേശുക്രിസ്തുവിന്റെ വചനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ വന്ന എല്ലാവരും സൗഖ്യമായി. സൗഖ്യമാകാത്ത ഒറ്റ വ്യക്തി പോലും ഇല്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ശുശ്രൂഷയിൽ നമ്മളത് വിശ്വസിക്കണം. ആര്? വരുന്നവർ മുഴുവൻ സൗഖ്യമാകും. അത് ഏത് രോഗമാകട്ടെ, ഇറ്റ് ഡസന്റ് മാറ്റർ. കർത്താവിന് മുമ്പിൽ രോഗം വിഷയമല്ല. കാരണം അവൻ കാണുന്നത് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവനാകുന്നത് കൊണ്ട് അവൻ കാണുന്നത് നമ്മൾ കാണുന്നതല്ല. ഒരുവൻ കാലില്ലാതെ ഇരിക്കുമ്പോൾ കർത്താവ് കാണുന്നത് അവന്റെ കാലില്ലായ്മയല്ല, കർത്താവ് കാണുന്നത് അവന്റെ കാലുള്ള അവസ്ഥയായ. കർത്താവ് പറയുന്നു, നിന്റെ യഥാർത്ഥ അവസ്ഥയിൽ നിനക്ക് കാലുണ്ട്, എന്നാൽ നീ ഇപ്പോൾ ഇരിക്കുമ്പോൾ നിനക്ക് കാലില്ല. എന്നാൽ ഞാൻ നിന്നെ കാണുമ്പോൾ കാണുന്നത് കാലില്ലാത്തവനായിട്ടല്ല, ഞാൻ നിന്നെ കാണുന്നത് കാലുള്ളവനായിട്ടാ. അതുകൊണ്ട് യേശു അവന്റെ അടുത്ത് വരുമ്പോൾ അവന്റെ ഇല്ലായ്മ മാറും. എന്തുകൊണ്ടാ? ഫിസിക്കലി അവന് ഇല്ല എങ്കിലും ആത്മീയമായിട്ട് അവന് ഉണ്ട്. രോഗത്തിന് അവനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും കർത്താവിന് അവനെ കാണാം. കർത്താവ് സ്വർഗത്തിൽ നിന്ന് അവനെ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് അയച്ചപ്പോൾ അവൻ കാലില്ലാത്തവനായിട്ടല്ല വന്നത്, അവൻ കുറവുള്ളവനായിട്ടല്ല വന്നത്, അവൻ പൂർണ്ണനായിട്ടാണ് വന്നത്. എന്നാൽ ഈ ഭൂമിയിൽ വന്നപ്പോൾ ഭൂമിയിൽ അവന് ലഭിച്ച ശരീരത്തിന് കുറവുണ്ട് എങ്കിലും അവന്റെ മനുഷ്യൻ പൂർണ്ണനാകുന്നത് കൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അവനിൽ കടന്നു വരുമ്പോൾ അവന്റെ അപൂർണത മാറി അവൻ പൂർണ്ണനായി മാറും. അതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ അപൂർണനായ ഒരു മനുഷ്യനെ അല്ല ദൈവം കാണുന്നത്, ദൈവം കാണുന്നത് പൂർണ്ണനായ ഒരു മനുഷ്യനെയാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, നിന്റെ അപൂർണതയെ മാറ്റി പൂർണ്ണതയാക്കി മാറ്റുവാൻ, നിന്റെ ഇല്ലായ്മയെ മാറ്റി ധനസമൃദ്ധിയാക്കി മാറ്റുവാൻ, നിന്റെ നഗ്നതയെ മാറ്റി നിന്നെ ഉടുപ്പിപ്പാൻ, നിന്റെ ഇല്ലായ്മയെ മാറ്റി നിനക്ക് വാരിക്കോരി തരുവാൻ കർത്താവിന് സാധിക്കും. എന്തുകൊണ്ടാ? നിന്നെ കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇല്ലായ്മയിലല്ല, അവൻ സൃഷ്ടിച്ചിരിക്കുന്നത് സൃഷ്ടിയുടെ മകുടമായിട്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നുണ്ട്. സ്തോത്രം. ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ നോക്കിയിട്ട് കുറവുള്ളവനായിട്ടല്ല. നമ്മൾ പലപ്പോഴും മനുഷ്യരെ നോക്കിയതിന് ശേഷം, അവരുടെ പാസ്റ്റിനെ നോക്കിയതിന് ശേഷം അവർ പാപികളാണെന്ന് വിളിച്ചു പറയുമ്പോൾ കർത്താവ് പറയും, ഓ അത് ഇന്നലകളുടെ കാര്യമാ. എനിക്ക് ഇന്നലകളിൽ ജീവിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം ഇന്ന് ജീവിക്കുന്ന ദൈവമാ. അവനെ കുറിച്ച് പറയുന്നത് he was, is and is to come. അവൻ ആൽഫയും ഒമേഗയുമാകുന്നു. അവൻ ഇന്നത്തെ ദൈവമാണ്, അവൻ പ്രസന്റിന്റെ ദൈവമാണ്, അവൻ ഫ്യൂച്ചറിന്റെ ദൈവമാണ്, അവൻ പാസ്റ്റിന്റെ ദൈവമായിരുന്നു എന്നും പറഞ്ഞ് പാസ്റ്റിനെ കുറിച്ച് ഇരിപ്പാനല്ല. But the Lord is saying that I am a God of now. ഇപ്പോൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. പാപിയാണ് എന്ന് പറഞ്ഞ് നാം ഒരു മനുഷ്യനെ തള്ളിക്കളയുമ്പോൾ കർത്താവ് പറയുന്നു, അവന്റെ പാപത്തെ ഞാൻ പുറകിൽ എറിഞ്ഞു കളഞ്ഞു, എന്റെ ഓമന കുമാരന്റെ രക്തത്താൽ ഞാൻ അതിനെ കഴുകി വെടിപ്പാക്കി. ഇന്ന് അവൻ എന്റെ മുമ്പിലായിരിക്കുന്നത് പാപിയല്ല, ഞാൻ സ്നേഹിക്കുന്ന എന്റെ ഒരു മകനായിട്ടാ. അതുകൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്യും, ഞാൻ അവനെ ഉപയോഗിക്കും. ലോകം അവനെതിരായി വിരലുകൾ ചൂണ്ടുമ്പോൾ സ്വർഗം അവനെ എടുത്ത് പൊക്കുവാനിടയാകും. ലോകം ഇവൻ കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ കർത്താവ് അവന്റെ മേൽ സീലിട്ടിട്ട് പറയും, This is my chosen vessel. ഞാൻ തെരഞ്ഞെടുത്ത ഒരു മാനപാത്രം. അതാണ് കർത്താവിന്റെ വിളി.
ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മൾ തള്ളപ്പെട്ടവരല്ല, തെരഞ്ഞെടുക്കപ്പെട്ടവരാ. നമ്മൾ റിജക്ഷൻ ആയിട്ടുള്ളവരല്ല, നമ്മൾ ഇലക്റ്റഡ് ആണ്. എന്തിനാണ് നമ്മളെ ഇലക്ഷൻ ചെയ്തത്? എഫെസ്യർ ലേഖനത്തിൽ പറയുന്ന പ്രകാരം അവൻ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുൻപ് തന്നെ അവൻ നമ്മെ ക്രിസ്തുവേശുവിൽ തിരഞ്ഞെടുത്തു. എന്ത് ചെയ്തു? നമ്മളെ തിരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല, അവന്റെ രക്തത്താൽ നമ്മെ ശുദ്ധീകരിച്ച് അവന്റെ മക്കളാക്കി തീർത്ത്, അവന്റെ അവകാശികളാക്കി തീർത്ത്, അവൻ നമ്മെ ഇവിടെ ആക്കിയത് പാപി എന്ന് വിളിക്കുവാനല്ല, പിന്നെയോ അവന്റെ പദ്ധതി നമ്മിൽ കൂടി നിറവേറ്റാൻ. സ്തോത്രം. അതുകൊണ്ട് നമ്മളുടെ മേലുള്ള കർത്താവിന്റെ പദ്ധതി നിറവേറുവാൻ കർത്താവ് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ 2 ഉദാഹരണങ്ങൾ പെട്ടെന്ന് നോക്കാം. ബർത്തിമിയസ്, മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ബർത്തിമായി എന്നൊരു വ്യക്തിയെ കാണുന്നുണ്ട്. ബർത്തിമായി എന്നൊരു വ്യക്തിയെ കാണുമ്പോൾ ബർത്തിമായി എന്തുവാ അവിടെ ചെയ്യുന്നേ? ബർത്തിമായി പിറവിയിലെ കുരുടൻ. അവൻ ഒരിക്കലും കണ്ടിട്ടില്ല കാഴ്ചയുള്ളവൻ എങ്ങനെയാണ് എന്ന്. അവനൊരിക്കലും കണ്ടിട്ടില്ല, അതിനെക്കുറിച്ച് ശ്രദ്ധിക്കണ്ട, ഇവിടെ നോക്കിയോ. അവനൊരിക്കലും കണ്ടിട്ടില്ല കാഴ്ചയുള്ളത് എങ്ങനെയാണ് എന്ന്. അവൻ എന്താണ് കാഴ്ചയെന്ന് അവനോട്ട് അറിയത്തുമില്ല. അവൻ അറിയത്തേ ഇല്ല എന്താണ് മറ്റുള്ളവർ കാണുന്നത്, പറയുന്നത് എന്ന്. മറ്റുള്ളവർ പറയുന്നു മനോഹരമായ ഒരു മരം, അവൻ എന്നാണെന്ന് അറിയത്തില്ല. മറ്റുള്ളവർ പറയുന്നു ഒരു കപ്പൽ കടന്നു വരുന്നു, അവന് കപ്പൽ എന്നാണെന്ന് അറിയത്തില്ല. മറ്റുള്ളവർ പറയുന്നു ദോശ വട്ടത്തിൽ ഇരിക്കും, അവന് ദോശ എന്നാന്ന് കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു ബർത്തിമായി ചെറുപ്പം മുതലേ, അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ മുതലേ കുരുടനായിരിക്കുന്ന ഒരു ബർത്തിമായി, തിമായിയുടെ മകനായവൻ, അവൻ റോഡ് സൈഡിൽ ഇരിക്കുമ്പോൾ ഒരിക്കൽ ശബ്ദം കേട്ടു, നസ്രയനായ യേശു ആ വഴി വരുന്നുണ്ട്. യേശു വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അവൻ വിളിച്ചു പറയുവാൻ തുടങ്ങി, നസ്രയനായ യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. അവനൊരു പ്രത്യേകതയുണ്ട്. മറ്റുള്ളവൻ അവന് കാഴ്ചയില്ല എന്ന് പറയുമ്പോഴും അവന്റെ ആത്മ മനുഷ്യനിൽ അവന് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു ദിവസം മറ്റുള്ളവർ കാണുന്നത് പോലെ ഞാൻ കാണും. മറ്റുള്ളവൻ ഇവനെ കുരുടനായി കാണുമ്പോൾ അവൻ അകത്തിരുന്നു കൊണ്ട്, അവന്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ല എങ്കിലും അവന്റെ ആത്മ മനുഷ്യൽ അവന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ദിവസം ഞാൻ മറ്റുള്ളവർ കാണുന്നത് പോലെ കാണും, ഞാൻ ഓടി നടക്കും. സ്തോത്രം. നിങ്ങളെക്കുറിച്ച് ലോകം എന്തും പറയട്ടെ, മറ്റുള്ളവർ എന്തും നിങ്ങളെക്കുറിച്ച് പറയട്ടെ, നിങ്ങൾ അതിനെക്കുറിച്ച് കാര്യമാക്കരുത്. ഒരു ദിവസം there is a day coming. ആയതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഒരു ദിവസം കടന്നു വരുന്നുണ്ട്. ആ ദിവസം നസ്രയനായ യേശുവും നീയുമായി ഒരു അഭിമുഖമുണ്ടാകും. There is going to be a day where you are going to meet with your creator. നിന്റെ രക്ഷിതാവും നിന്റെ നാഥനും നിന്റെ സൃഷ്ടാവും നിന്നെ വിളിച്ചവനും നിന്നെ അഭിഷേകം ചെയ്തവനും നിന്നെ തെരഞ്ഞെടുത്തവനും നിന്നെ അയച്ചവനുമായ യേശുവുമായിട്ട് നിനക്ക് ഒരു അഭിമുഖമുണ്ടാകും. യാക്കോബിന് ഉണ്ടായതുപോലെ, മോശയ്ക്ക് ഉണ്ടായതുപോലെ, there is a day coming, you are going to meet with him. ആ ദിവസം നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും. ബർത്തിമായി അന്ന് വരെയും ബർത്തിമായിയോട് പറഞ്ഞു, ബർത്തിമായേ, നീ ഒരു കുരുടനാണ്. മറ്റുള്ളവർ പറഞ്ഞത് അവൻ വിശ്വസിച്ചു. എന്നാൽ യേശു കടന്നു വന്നപ്പോൾ അവൻ പറഞ്ഞു, this is my opportunity. ഈ ഓപ്പർച്യൂണിറ്റി ഞാൻ കളയത്തില്ല. അവൻ വിളിക്കുവാൻ തുടങ്ങി, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ. അവന്റെ ജീവിതത്തിലെ ആഗ്രഹമാകട്ടോ. അവൻ വിളിച്ചു കൂവിയപ്പോൾ യേശു അവിടെ നിന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചോദിക്കുന്നുവെങ്കിൽ, കാത്തിരിക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ട് one of these days, ഈ ദിവസങ്ങളിൽ താമസിയാതെ തന്നെ യേശുവുമായി നമുക്ക് ഒരു കൂട്ടിമുട്ടലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കൂട്ടിമുട്ടലിന് സമയമായിരിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു സ്പെഷ്യൽ വാക്ക് ആളുകൾ പറയും, എൻകൗണ്ടർ എന്ന് ചിലർ പറയും. എൻകൗണ്ടർ, ചിലർ പറയും കൺഫ്രണ്ടേഷൻ എന്ന് പറയും. വേണമെങ്കിൽ നമുക്ക് റെസ്ലിംഗ് എന്ന് വേണമെങ്കിലും പറയാം. അത് എന്തുമായിക്കോട്ടെ, കർത്താവ് വരുന്ന രീതി നമുക്കറിയത്തില്ല കേട്ടോ. ചിലർ യാക്കോബിന് വന്നത്, അവൻ എങ്ങനെ വന്നെന്നറിയാമോ? റെസ്ലിംഗിലാ വന്നത്. മോശയുടെ മുൻപിൽ അവൻ തീയായിട്ടാണ് കടന്നു വന്നത്. യോശുവയുടെ മുൻപിൽ അവൻ സർവ്വ സൈന്യാധ്യമനായിട്ട് കടന്നു വന്നത്. അബ്രഹാം തേജോമനായ ദൈവത്തെയാ കണ്ടത്. ദാവീദ് അഭിഷേകത്താലാ വിളിക്കപ്പെട്ടത്. എന്നാൽ യോസഫിന് ദർശനത്തിൽ കൂടെയാ വന്നത്.
ഓരോരുത്തർക്കും ഓരോ രീതിയിലാ. ഞാൻ പറയുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിലും അവനൊരു കടന്നുവരവുണ്ട്. എന്റെ യേശു നമ്മളെ സന്ദർശിക്കുവാൻ സമയമായി. There is going to be an encounter. ആ എൻകൗണ്ടർ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഇതുവരെയും നിന്നെ നോക്കി നീ പാപിയാണ്, കൊള്ളരുതാത്തവനാണ്, ഒന്നിനും കൊള്ളത്തില്ല, നീ ഒരിക്കലും ഉപയോഗിക്കപ്പെടത്തില്ല, നിനക്ക് പ്രായമായി 40-ആയി 50-ആയി 60-ആയി എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് എല്ലാവരും വിടക്ക എന്ന് പറഞ്ഞവനെ കർത്താവ് പിടിച്ച വിടക്കല്ല. He is a man after my heart. എന്റെ ഹൃദയപ്രകാരമുള്ള ഒരു പുരുഷൻ, ഞാൻ തെരഞ്ഞെടുത്ത ഒരു മാനപാത്രം, ഞാൻ വിളിച്ച് ഇറക്കിയ എന്റെ മകൻ എന്ന് പറഞ്ഞ് മോശയെ നിർത്തിയതുപോലെ ഈ ദിവസത്തിൽ നമ്മെ നിർത്തുവാൻ അവനൊരു പദ്ധതിയുണ്ട്. അവന്റെ കോളിന്റെ സമയമാണിത്. അവൻ ആളുകളെ നോക്കിക്കൊണ്ടിരിക്കുകയാ. എവിടെ എങ്ങനെ എനിക്ക് ഒരു വ്യക്തിയെ വിളിക്കുവാൻ സാധിക്കും? അവൻ ലണ്ടൻ പട്ടണത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയാ. He is searching for a man who will stand in the gap and who will say, Lord, here I am, use me. കർത്താവേ, ഞാനിതാ, എന്നെ ഉപയോഗിക്കണമേ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു പുരുഷന് വേണ്ടി എന്റെ ക്രിസ്തു, എന്റെ യേശു സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാ. അവന്റെ കണ്ണ് നമ്മുടെ ഇടയിൽ സഞ്ചരിക്കുകയാ. അവന്റെ ചോദ്യം ഇതേ ഉള്ളൂ, ആർ എനിക്ക് വേണ്ടി പോകും? ഓ റീഖാലാബു ഷാൻഠറ. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പരിവർത്തിക്കുന്നത് എനിക്കിവിടെ അറിയാം. ദൈവത്തിന്റെ കർത്താവിന്റെ ശക്തി നമ്മുടെ കടന്നു വന്നിട്ടുണ്ട് ഇന്നിവിടെ. അവൻ വ്യക്തമായി പറയുന്നു, there is a day coming, you will have an encounter with me. ഒരു ദിവസം വരുന്നുണ്ട്, ആ ദിവസം വിദൂരമല്ല, ആ ദിവസം വിദൂരമല്ല, ആ ദിവസം വിദൂരമല്ല, അടുത്തു തന്നെ ഒരു എൻകൗണ്ടർ. ആ എൻകൗണ്ടർ ഇതുവരെയും നിന്നെ കുറിച്ച് നീ എഴുതി വെച്ചതും, മറ്റുള്ളവർ എഴുതി വെച്ചതും, നിന്നെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞതും, മറ്റുള്ളവർ നിന്നെ ചൂണ്ടുവിരൽ ചൂണ്ടി നിന്നെ കുറിച്ച് മോശമെന്ന് പറഞ്ഞതും വലിച്ചു മാറ്റി നിന്റെ സ്ലേറ്റിനെ എംപ്റ്റി ആക്കി ഒരു അഭിഷേകത്തിന്റെ ശക്തി നിന്നെ നിറച്ച് നിന്നിലേക്ക് ദൈവത്തിന്റെ സ്വർഗീയ പദ്ധതികൾ ഊറ്റി നിന്നെ ഒരു മാനപാത്രമാക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തിയുമായി യേശു ഈ ദിവസങ്ങളിൽ നമ്മളെ ഒന്ന് കണ്ടുമുട്ടുവാൻ പോകയാ. നമ്മുടെ ജീവിതത്തിന് മാറ്റങ്ങൾ വരുവാൻ പോകയാ. നമ്മുടെ ജീവിതത്തെ അവൻ ഉയർത്തുവാൻ പോകയാ. അവൻ പറയുന്നു, മതി, നിന്റെ നാണക്കേടിനെ ഞാൻ മാറ്റും, മതി, നിന്റെ നഗ്നതയെ ഞാൻ മാറ്റും, മതി, നിന്റെ നിന്ദയെ ഞാൻ മാറ്റും, മതി, നിന്റെ പുറകോട്ടുള്ള ഓട്ടത്തെ ഞാൻ മാറ്റും, ഇതാ ഞാൻ നിന്റെ കൂടെ. ഓ റിയാലാബ ഷാലാറാബു റീമാ മാമാ രാജാനാഗ ധേരെ മേരി മണ്ഡോറാബാസി ബാലാരാ ജേനെ മേരി അൻഡോറാബാസി. എന്റെ യേശു എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകും. ദൈവവചനം പറയുന്നു, ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകും. When the Lord arises, his enemies scatter. യഹൂദ ഗോത്രത്തിന്റെ സിംഹമായ യേശു ക്രിസ്തു അവൻ ഒന്ന് അലറുമ്പോൾ, അവൻ സിംഹ ഗർജനം അയക്കുമ്പോൾ ചുറ്റുപാടും നിനക്കെതിരായി നിന്നെ നോക്കി നീ മോശമെന്നും നീ കൊള്ളത്തില്ല എന്ന് പറഞ്ഞവർ ഓടിപ്പോകുന്നത് പോലെ യഹൂദ ഗോത്രത്തിന്റെ സിംഹമായ യേശുക്രിസ്തു ഗർജിക്കുവാൻ സമയമായി. ഇന്ന് അവൻ നമ്മുടെ സഭയെ നോക്കിയൊന്ന് ഗർജിച്ചാൽ, ഇന്ന് അവൻ എന്നെ നോക്കിയൊന്ന് ഗർജിച്ചാൽ, ഇന്ന് അവൻ നിങ്ങളെ നോക്കിയൊന്ന് ഗർജിച്ചാൽ, ദൈവത്തെ കർത്താവായ യേശു നമ്മുടെ ഇടയിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്. എനിക്കറിയാം എന്റെ യേശു ഇവിടെ ഉണ്ട്. എന്റെ ശരീരത്തിൽ കൂടി പാസ് ചെയ്യുന്ന ആ ഇലക്ട്രിസിറ്റി എനിക്കറിയാം. എന്റെ യേശു ഇന്ന് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എന്റെ യേശു പറയുന്നു, ചർച്ച് ലിസൺ, സഭയോട് പറയുകയാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും. എന്നെ ഈ യൂട്യൂബിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ മീഡിയയിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാ, നിന്റെ ആവശ്യത്തിന്റെ മുഖേന അവൻ ഗർജിക്കുവാൻ പോകയാ. റീബാബാ രാജാമാദാ ലേരെ മേരി മണ്ഡോരാബാസിയ റീബാബാ രാജേനെ മേരി മണ്ഡോരാഗാ സീഖാലാരാഗാസി ജൂമാ റാബാ സേലറി മണ്ഡോരാബാസി. ഹല്ലേലൂയ. ബർത്തിമായി അവിടെ ഇരുന്ന് കരയുമ്പോൾ
മറ്റുള്ളവർ അവനെ അന്ധനെന്ന് വിളിക്കുമ്പോൾ, പൊട്ടക്കണ്ണനെന്ന് വിളിക്കുമ്പോൾ, ഇത്രയും നാളും ഇരുന്നിട്ട് നിനക്ക് എന്തായി, ഇത്രയും നാളും ഇരുന്നിട്ട് നിനക്ക് എന്ത് ലഭിച്ചു, ഇത്രയും നാളും കരഞ്ഞിട്ട് നിനക്ക് എന്ത് കിട്ടി എന്ന് ലോകം അവനെ നോക്കി ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു, ലോകം പറയുന്നത് കേൾക്കുവാൻ എനിക്ക് ചെവികളില്ല, എന്നാൽ എൻ്റെ യേശുവിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഞാൻ എൻ്റെ ചെവികളെ തുറക്കുകയാ. ഇന്ന് പകൽക്കാലം നിന്റെ ചെവികളെ യേശുവിൻ്റെ ശബ്ദത്തിനായിട്ട് തുറക്കണം. ഇന്ന് പകൽക്കാലം നിന്റെ ഹൃദയത്തെ യേശുവിൻ്റെ ശബ്ദത്തിനായിട്ട് തുറക്കണം. ഇന്ന് പകൽക്കാലം നിന്നെ തന്നെ യേശുവിനായി ഒന്ന് തുറക്കണം. മതി ലോകം പറഞ്ഞത് കേട്ടത്. ഓ റിഖാലാബ ശേലേമേറി മഡ്ഡോറാബ, ലോകം പറഞ്ഞത് കേട്ടത് മതി. ലോകം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നീ കൊള്ളത്തില്ല, നീ രക്ഷപ്പെടത്തില്ല, നിനക്കെന്താ സൗന്ദര്യമില്ല, നീ വയറുള്ളവനാ, നിനക്ക് കൃപകളില്ല, നിനക്ക് വിദ്യാഭ്യാസമില്ല, നീ രക്ഷപ്പെടത്തില്ല. എത്ര നാളായി സഭ തുടങ്ങിയിട്ട്, എത്ര നാളായി മിനിസ്ട്രി എന്ന് പറഞ്ഞിറങ്ങിയിട്ട്, എത്ര നാളായി നീ കല്യാണം കഴിഞ്ഞിട്ട്, എത്ര നാളായി നീ ജോലിക്ക് കയറിയിട്ട്, നിനക്കൊരു വീടുണ്ടോ, നിനക്കൊരു സന്തോഷമുണ്ടോ, നിനക്കൊരു കുട്ടി ഉണ്ടോ, നിനക്ക് നല്ല ക്യാഷ് ഉണ്ടോ, നിനക്കൊരു ഉയർച്ചയുണ്ടോ? ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് നിന്നെ തള്ളിക്കളയുമ്പോൾ നിനക്ക് ഒരു എൻകൗണ്ടർ ഉണ്ട് യേശുവുമായിട്ട്. ഓ റീ ബാബാ രാജാമാദേ ലേറി മൺഠോറാവാസിയ ദീഖി മീരി മൺഠോറാബാ ദേലേ മേരി മൺഠോറാവാസി. ഓ ആ എൻകൗണ്ടർ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും. ഓ റീ ബാലാറാബു, ആ എൻകൗണ്ടർ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും. എന്റെ യേശു പറയുന്നു, സഹോദര സഹോദരി, oh my Lord is telling you and he is telling me to tell you that wait for him. He is going to have an encounter with you. He is going to have a day with you. He is going to have a time with you that will change everything concerning you. ഇന്ന് ചിലരുടെ നമ്മൾ അടുത്തൊരു അറ്റ്മോസ്ഫിയറിലോട്ട് കയറുക കേട്ടോ. സഭ ഒരു അടുത്ത അറ്റ്മോസ്ഫിയറിലോട്ട് കയറുക, അടുത്തൊരു റലത്തിലോട്ട് സഭ കയറുക കേട്ടോ, അടുത്തൊരു റലത്തിലോട്ട് കേട്ടോ. കർത്താവ് പറയുന്നു, നമ്മൾ നമ്മുടെ കയ്യിലല്ല ഇനി കൺട്രോള്. പരിശുദ്ധാത്മാവ് കൺട്രോൾ ഏറ്റെടുക്കുന്നത് പോലെ, നമ്മുടെ വാകളെ അവൻ ഏറ്റെടുക്കുന്നത് പോലെ, നമ്മുടെ ശരീരത്തെ അവൻ ഏറ്റെടുക്കുന്നത് പോലെ, നമ്മുടെ ചിന്താഗതികളെ അവൻ ഏറ്റെടുക്കുന്നത് പോലെ, നമ്മുടെ നിയോഗങ്ങളെ അവൻ ഏറ്റെടുക്കുന്നത് പോലെ, ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുകയാ, സഭയെ ഞാൻ ഏറ്റെടുക്കുകയാ. അവൻ പറയുകയാ, അടുത്തൊരു തലത്തിലേക്ക് അവൻ സഭയെ കൊണ്ടുപോകുകയാ. ഞാൻ വിശ്വസിക്കുന്നു ചിലരുടെ അനോയിന്റിങ്ങിനെ അവൻ ഇന്ന് ആക്ടിവേറ്റ് ചെയ്യുകയാ. എന്താണ് അനോയിന്റിങ്? അനോയിന്റിങ് ഈസ് an appointment. Anointing is an appointment from heaven. അനോയിന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ മേലുള്ള ഒരു ഉത്തരം, ഒരു നിയോഗമാണ് അനോയിന്റിങ്. ഇന്ന് പകൽക്കാലം ചിലരുടെ അനോയിന്റിങ്ങിനെ അവരൊന്ന് ആക്ടിവേറ്റ് ചെയ്യുകയാ. He is activating the anointing of somebody here. He is giving a quick start to the anointing. ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ അനോയിന്റിങ് ഉണ്ടായിരുന്നു, ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ അഭിഷേകം ഉണ്ടായിരുന്നു. എന്നാൽ അഭിഷേകം പരിവർത്തിക്കുന്നത് നിങ്ങൾ കണ്ടില്ല. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, വ്യക്തമായി സംസാരിക്കുന്നു, ഞാൻ ചിലരുടെ ജീവിതത്തിലുള്ള അഭിഷേകത്തെ ഇന്ന് പകൽക്കാലം ആക്ടിവേറ്റ് ചെയ്യുകയാ. ഇനിയും ഒരു തിരിഞ്ഞുപോക്കില്ല, ഇനിയും ഒരു പുറകോട്ട് പോക്കില്ല, ഇനിയും നിനക്ക് ഇരിപ്പില്ല, ഇനിയും നീ തണുത്ത അവസ്ഥയില്ല, ഇനിയും നീ തീ കത്താത്തിരിക്കുന്ന അവസ്ഥയില്ല. നീ ഒരു തീമായി മാറാൻ പോകുകയാ, നീ ഒരു തീയായി മാറാൻ പോകുകയാ, നീ ഒരു തീയായി മാറാൻ പോകുകയാ, നീ ഒരു തീയായി മാറാൻ പോകുകയാ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ തീ നമ്മുടെ ഇടയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാ. ഓ റീബാലാറാവോ ഷേലേറേമേ റീമാ രാജ രഗസിയ റൂമാ മാമാ മാറാ ഛേലേ റീബാ ഷഡ്ഡ റീമിലി റിരി ബിരി 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 ബിരി. ഓ ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കാം, നിൽക്കണമെങ്കിൽ നിൽക്കാം, നിങ്ങൾക്ക് മുൻപോട്ട് കടന്നു വരണമെങ്കിൽ മുൻപോട്ട് കടന്നു വരണം. നിങ്ങൾക്ക് ഈ അനോയിന്റിങ് കളയുവാൻ ഇടയാകരുത്. Take that anointing, catch that anointing, hold on to that anointing. ഇന്ന് പകൽക്കാലം എനിക്കറിയാം, എൻ്റെ ശരീരത്തിൽ കൂടി ഒഴുകുന്ന ദൈവത്തിന്റെ പവർ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കറണ്ട് അടിക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം ഇവിടെ അനോയിന്റിങ്, ദൈവത്തിന്റെ യേശുവിന്റെ അഭിഷേകം ഇന്ന് പകൽക്കാലം ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാ.
ഓ കർത്താവ് പറയുന്നു, ചിലരുടെ അനോയിന്റിങ്ങിനെ ഇന്ന് പകൽക്കാലം ഞാൻ ആക്ടിവേറ്റ് ചെയ്യുകയാ. ഐ ആം ആക്ടിവേറ്റിംഗ് ദി അനോയിന്റിങ്. ചിലരുടെ മേൽ ഇട്ട അഭിഷേകത്തെ അവനൊന്ന് ഉണർത്തുകയാ. ഓ ചിലരുടെ മേലിട്ട അഭിഷേകത്തെ അവനിൽ നിന്ന് ഉയർത്തുകയാ. ചിലരുടെ മേലിട്ട അഭിഷേകത്തെ ഇന്ന് അവനൊന്ന് ആക്ടിവേറ്റ് ചെയ്യുകയാ. നിനക്ക് അഭിഷേകം കിട്ടി, എന്നാൽ നീ ചോദിക്കുന്നുണ്ട് നാളുകളായി എപ്പോൾ. ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, today is a day that I am telling you, I am activating that anointing in your life. Oh mama mara jana mara zere beri mantora basia dura bala rakha mare jene meri mantora basia. Oh me meri mantora basi duri mili mara bakasa jana mala rederia duma mama masele re 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 ya juri alabu shalarabu santarabasi. Oh rika bala rajana de duri miri mantora basi ala rajene meri mantora basi. Oh riala rabu shantala basia. Oh hallelujah. ബർത്തിമായി അവിടെ ഇരുന്ന് കരയുക കേട്ടോ. വ്യർത്ഥമായി കരയുമ്പോൾ ജനങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ കരഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റമില്ല. ഇന്ന് ദൈവത്തിന്റെ ആത്മാവിന്ന് പകൽക്കാലം വ്യക്തമായി പറയുന്നു, നീ നാളുകളായി കരയുന്ന വിഷയത്തിന്റെ മേൽ ആ ഒരു മറുപടിയുമായി, ഒരു ദൗത്യവുമായി യേശു കടന്നു വരുന്നുണ്ട്. സ്വീകരിച്ചോ ഇന്ന് പകൽക്കാലം, സ്വീകരിച്ചോ ഇന്ന് പകൽക്കാലം. ടേക്ക് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശു എന്നോട് പറയുന്നു, നീ നാളുകളായി കരയുന്ന നിന്റെ അന്ധമായ അവസ്ഥയുടെ മേൽ ആർക്കും മാറ്റം വരുത്തുവാൻ സാധിക്കത്തില്ല എന്ന് ലോകം വിധിയെഴുതിയ നിന്റെ അവസ്ഥയുടെ മേൽ യേശു ഒരു ദൗത്യവുമായി, യേശു ഒരു വിടുതലുമായി കടന്നു വരികയാ. അന്ന് വരെ കാണാതിരുന്ന ബർത്തിമായി അവൻ വിശ്വാസത്താൽ കാണാൻ തുടങ്ങി. ഞാൻ കാണുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ഓ റിയാ ബാബ സാലാബോരെ റീഖാ മജാനാമോ ഷേരെ മേലി മണ്ഡാരാബാസി ധീരി ബിലി ബിരി ബിരി ബിരിബാ ഷാൻഡാലാബോ സേലെറിയ ജീഖാ മാരാജോ സേലെ മേരി അണ്ഡാരാബാസി. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അവൻ ചിലരുടെ അഭിഷേകത്തെ ഒന്ന് പിടിക്കുക എന്ന് അവൻ അഭിഷേകത്തെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുക ഇന്ന് അവൻ അഭിഷേകത്തിന്റെ മേൽ അവനൊന്ന് ഊതുക എന്ന്. എന്നോട് കർത്താവ് അങ്ങനെ പറയുന്നത് കേട്ടോ, നിന്റെ അഭിഷേകത്തിന്റെ മേൽ എന്റെ യേശു എന്നൊന്ന് ഊതുക, ഒന്ന് ഊതി കത്തിക്കുകയാ, യെസ് അവനൊന്ന് ഊതി കത്തിക്കുകയാ. ഒരു തീ പോലുള്ള ഒരു അഭിഷേകം, നിന്റെ തലമേൽ കത്തുന്ന ഒരു അഭിഷേകം. പിളർന്ന നാവുകൾ പോലെ അവർക്ക് പ്രത്യക്ഷമായി. ഇന്ന് നിന്റെ തലമേൽ കത്തുന്ന ഒരു അഭിഷേകത്തെ സ്വർഗത്തിൽ നിന്നും ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ ഊതുകയായി. ഇന്ന് പകൽക്കാലം നിന്റെ മേൽ ഒരു ഊത്ത് നടക്കുകയാ. എന്തിനാണ് അവൻ ഊതുന്നത്? ഓ ചാരമല്ല നിന്റെ തലയിൽ ഇനി ഉള്ളത്, എന്നാൽ നിന്റെ തലയിൽ ഇനി അഗ്നി കത്തുവാൻ തക്കവണ്ണം, നീ പോകുന്നിടത്തൊക്കെയും അഗ്നിയും കൊണ്ട് പോകുവാൻ, നീ പോകുന്നിടത്തൊക്കെയും കാടുകൾ കത്തുവാൻ, നീ പോകുന്നിടത്തൊക്കെയും ജനങ്ങൾ വിടുതൽ പ്രാപിപ്പാൻ, നീ പോകുന്നിടത്തൊക്കെയും ദൈവാത്മാവിന്റെ ശക്തി പ്രകടമാകുവാൻ, നീ പോകുന്ന രാജ്യങ്ങൾ മാറ്റപ്പെടുവാൻ, ചില രാജ്യങ്ങളെ പിടിക്കുന്ന ഒരു അഭിഷേകം. ഓ മാലാറാബു ഷേലെറിയ, ചില രാജ്യങ്ങളെ പിടിക്കുന്ന ഒരു അഭിഷേകം, രാജ്യങ്ങളെ പിടിക്കുന്ന ഒരു അഭിഷേകം, രാജ്യങ്ങളെ പിടിക്കുന്ന ഒരു അഭിഷേകം, രാജ്യങ്ങളെ പിടിക്കുന്ന ഒരു അഭിഷേകം, ദേശങ്ങളെ കീഴ്മേൽ മറിക്കുന്ന ഒരു അഭിഷേകം, ദേശങ്ങളെ കീഴ്മേൽ മറിക്കുന്ന ഒരു അഭിഷേകം ഇന്ന് പകൽക്കാലം വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓ റീഖാബാല ജേനെ മേരി മണ്ഡോരാബാസി. ഓ റീഖാബാല രേജെ നീമ റബോ. ആർക്കും കാണുവാൻ സാധിക്കാത്തതിനെ വൃത്തിമായി കാണുവാൻ തുടങ്ങി. അവന്റെ പുറമെയുള്ള കണ്ണുകൾ അടഞ്ഞതായിരുന്നുവെങ്കിലും അവന്റെ അകമേയുള്ള കണ്ണുകളിൽ അവൻ കണ്ടു. അവൻ എന്താ കണ്ടത്? അവൻ കണ്ടു, ഞാൻ കാഴ്ചയുള്ളവനായി മാറും. മറ്റുള്ളവർ അവന്റെ പുറമെയുള്ള കണ്ണ് കണ്ടപ്പോൾ അവന്റെ അകമേയുള്ള കണ്ണ് യേശുവിനെ കോൺസെൻട്രേറ്റ് ചെയ്തു. ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പുറമേയുള്ള അവസ്ഥകളെ ആളുകൾ കെട്ടിയടയ്ക്കുമ്പോൾ നിങ്ങളുടെ അകമേയുള്ള കണ്ണുകൾ യേശുവിലേക്ക് കോൺസെൻട്രേറ്റഡ് ആക്കുക. ഓ റിയാല റാബു ഷേലിഗ റാബു റീമാമാരെ ജേനെദേരി മണ്ഡോരാബാ സിയാല റാബു. ഓ റിബിലിയാബാ ഷാൻഡരാബാസി. ഓ നിങ്ങളുടെ പുറമേയുള്ള കണ്ണുകൾ ആളുകൾ കൊട്ടിയടയ്ക്കുമ്പോൾ, നിങ്ങളുടെ പുറമേയുള്ള കാര്യങ്ങളെ കുറ്റം പറഞ്ഞ്
ആളുകൾ നിങ്ങളെ തള്ളിക്കളയുമ്പോൾ നിങ്ങളുടെ അകമേയുള്ള കണ്ണുകൾ യേശുവിലേക്ക് നോക്കുക. അവൻ ചെയ്യുവാൻ പോകുന്ന അത്ഭുതങ്ങളിലേക്ക് നോക്കുക. നിനക്ക് കുട്ടികൾ ഉണ്ടാകത്തില്ല, നീ മച്ചിയാണ് എന്ന്. നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, യേശുക്രിസ്തു ദൈവം ഇസ്രായേലായിട്ട് യാക്കോബിനെ വിളിച്ചു. അതിനു മുമ്പ് അവന്റെ വല്യപ്പനെ വിളിച്ചു, അബ്രഹാമിനെ വിളിച്ചപ്പോ ദൈവം തെരഞ്ഞെടുത്ത ഒരു മച്ചിയായ ഒരു സ്ത്രീയല്ലേ. എന്തിനു കൊള്ളാം അവളെ തെരഞ്ഞെടുത്തിട്ട് ദൈവം പറയുകയാ, എടി നിന്നെ തെരഞ്ഞെടുത്താലേ എന്റെ നാമം മഹത്വപ്പെടുത്തുള്ളൂ. അല്ലെങ്കിൽ പറയും അവള് ചെറുപ്പത്തിൽ പ്രസവിച്ചു, എന്നാൽ നിന്റെ കാത്തിരിപ്പിനൊടുവിൽ നിനക്കൊരു പ്രസവമുണ്ട്, അത് ലോകരാജ്യങ്ങളുടെ അനുഗ്രഹത്തിനായിട്ട്. ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, നീ ഇതുവരെ കാത്തിരുന്നത് നിന്റെ അനുഗ്രഹത്തിനായിട്ടാണെങ്കിൽ എഴുതിയിട്ടോ. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, വ്യക്തമായി ഞാൻ ഒരു ശബ്ദം കേട്ടിട്ട് പറയുകയാ, ഇത്രയും നാൾ നീ കാത്തിരുന്നത് നിന്റെ അനുഗ്രഹത്തിനായിട്ടാണ് എങ്കിൽ കർത്താവ് എന്ന് പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുവാൻ പോകുന്നത് ലോകരാജ്യങ്ങളുടെ അനുഗ്രഹത്തിനായിട്ടാ. ആരെ സ്വീകരിക്കും? ആരതിനെ ഏറ്റെടുക്കും? ഇന്ന് പകൽക്കാലം ആരതിനെ ഏറ്റെടുക്കും? ആര് പറയും അതെനിക്കുള്ളതാ? ഞാൻ വിട്ടുകൊടുക്കത്തില്ല, അതെനിക്കുള്ളതാ കർത്താവേ. യെസ്. ഇതുവരെയും സാറ കാത്തിരുന്നത് സാറായുടെ അനുഗ്രഹത്തിനായിട്ടാ. എന്നാൽ ദൈവം സാറായോട് പറയുകയാ, നോ സാറ, നിന്റെ പേര് ഞാൻ മാറ്റുകയാ. ഞാൻ നിന്നെ പേര് മാറ്റി, നീ ലോകരാഷ്ട്രങ്ങളുടെ മാതാവാകാൻ പോകയാ. Ribala rabo sheli mantora basia rika make remalo robasibi ruma lere meri mantora basia duri marabo shele rekere mantora basi rika kara kere mantora basia. സാറായിക്ക് ചിരി ഉണ്ടാക്കിയവനായ കർത്താവ്, അവള് ചിരിക്കുമ്പോൾ അവളുടെ ഉള്ളിൽ ദൈവം നിക്ഷിപ്തമാക്കിയത് ദൈവത്തിന്റെ വാഗ്ദത്തത്തെയാ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയുവാൻ സാധിക്കും, I receive it. നിങ്ങൾ കരഞ്ഞ് കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. അനുഗ്രഹം ലഭിക്കാതിരുന്നപ്പോൾ കർത്താവ് പറയുക, നിന്നെ ഞാൻ ഒരുക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമല്ല, നീ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത വിദൂരസ്ഥരായ രാജ്യങ്ങൾക്കും ജനങ്ങൾക്കും ജനതതികൾക്കും, നീ കേട്ടിട്ടില്ലാത്ത ഭാഷക്കാരുടെ ഇടയിലും, നീ കേട്ടിട്ടില്ലാത്ത രാജ്യക്കാരുടെ ഇടയിലും, നീ കണ്ടിട്ടും പോയിട്ടുമില്ലാത്ത സ്ഥലങ്ങളിലും ഒരു വലിയ തീ ജ്വാലയായി, ഒരു വലിയ ഉണർവിന്റെ ശബ്ദമായി, ഒരു അനുഗ്രഹത്തിന്റെ വിഷയമായി, ഒരു നന്മയുടെ വിഷയമായി, സ്വർഗത്തിന്റെ റെപ്രസെന്റേറ്റീവായി നിന്നെ ഞാൻ അയക്കുവാൻ പ്ലാൻ ചെയ്യുകയാ. റിയാലാറാബോ ഷിയാറാബാലാറാ ജേനെ മേരെ മണ്ഡോരാബാ റീഖാ മാഖാ രേജേ നേദേ രീ മണ്ഡോരാബാസി. എനിക്കറിയാം നമ്മുടെ കയ്യിൽ കൂടെ ആ അഭിഷേകത്തിന്റെ പവർ ഒഴുകും, നമുക്കറിയാം. ഇന്ന് പകൽക്കാലം മാരാബാലാറാബു നമുക്കറിയാം അവന്റെ അഭിഷേകത്തിന്റെ ശക്തി ഇവിടെ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാ. റിയാലാറാബു സാലാറാബു ഷേലേരേഖ റീമ മാര ജാന ധേരെ മേരി മണ്ഡാറാബാ സീഖാ ലഗാ. യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നു, ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു. കർത്താവ് അങ്ങ് പറഞ്ഞ വാഗ്ദത്തങ്ങളെ ഞാൻ സ്വീകരിക്കുന്നു. എന്നിലേക്ക് ഞാനത് സ്വീകരിക്കുന്നു, എൻ്റെ കുടുംബത്തിലേക്ക് ഞാനത് സ്വീകരിക്കുന്നു, എൻ്റെ സഭയിലേക്ക് ഞാനത് സ്വീകരിക്കുന്നു. അത് ഞാൻ വിട്ടുകൊടുക്കത്തില്ലപ്പാ. അത് എനിക്കുള്ളതാ, അത് ഞാനിങ് എടുക്കുവാപ്പാ. എനിക്കത് വേണമപ്പാ. ഹല്ലേലൂയ. അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം ഇന്ന് നീ ഇവിടെ വീണ്ടും, കർത്താവേ ഇന്ന് നീ ഇവിടെ വീണ്ടും പ്രഖ്യാപിക്കുമ്പോൾ ആ വാഗ്ദത്തത്തെ ഞാനിങ് ഏറ്റെടുക്കുക, അത് ഞാനിങ് എടുക്കുക. എനിക്കത് വേണം. ഹല്ലേലൂയ. Lord, we can't remain small anymore. We can't remain insignificant anymore. കർത്താവേ, ഞങ്ങൾക്ക് ചെറുതായിട്ടിരിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ ആരും അറിയാത്തവരായിരിക്കാൻ പറ്റത്തില്ല. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മേൽ പരിവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. റിയാലാബ ഷാലാറാബോ സിയാഖാമ റേഖേലിബ റൂബാരാജ നാദേലി അരഗസി റൂബ ബബബറബു ഷണ്ഠലബ സിയാരദേ റൂബിലി റിബിരിമാറബോഷെ ലിഖാറബ സണ്ഠാറബസി. ഹല്ലേലൂയ. ബർത്തിമായി അവിടെ ഇരുന്ന് വിളിച്ചു, യേശുവേ, ദാവീദ് പുത്ര, നസറേയനായ യേശുവേ, എന്നോട് കരുണയുണ്ടാകണമേ. ജനങ്ങൾ അവനോട് പറയുക, നീ മിണ്ടണ്ട,
നിന്റെ വായ അടപ്പിക്കുന്നവന്റെ വായ അടപ്പിക്കുന്ന യേശു. ഒന്നെടുത്തേ, ഒന്ന് സ്വീകരിച്ചേ, നിങ്ങളൊന്ന് സ്വീകരിച്ചേ. നിന്റെ വായ അടപ്പിക്കുന്നവന്റെ വായ അടപ്പിക്കുന്ന യേശു. ഹല്ലേലൂയ. ആരെടുക്കും ഇന്ന് ആ വാക്കിനെ? എനിക്ക് യേശു തരുന്ന ചില വാക്കുകൾ എൻ്റെ വായ, ഇങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ഒരിക്കലും ഇങ്ങനൊരു വാക്കൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മലയാളത്തിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പൊ പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ വായ അടപ്പിക്കുന്നവനെ വായ അടപ്പിക്കുന്ന ഒരു യേശു. സ്തോത്രം, ഹല്ലേലൂയ. ബർത്തിമായുടെ വായ അടപ്പിച്ചവന്റെ വായ അടപ്പിച്ചവനാ യേശു. ബർത്തിമായോട് അവര് പറഞ്ഞു, ബർത്തിമായ നീ ഷട്ട് യുവർ മൗത്ത്, നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ യേശു മറ്റുള്ളവർ പറയുന്നത് കേട്ട് കേട്ടോ. യേശു മറ്റുള്ളവർ പറയുന്നത് കേട്ട് കേട്ടോ. നിന്നെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് യേശു കേട്ട് കേട്ടോ. ഓ സഹോദര പ്രജ്വലെ, നിന്നെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് യേശു കേട്ടു കേട്ടോ. ചിന്നു, നിന്നെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കേട്ട് കേട്ടോ. മനുഷ്യ, ഓ കേട്ടോ. ലിജോ, കേട്ടോടാ, നിന്നെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് യേശു കേൾക്കുക കേട്ടോ. യേശു പറയുകയാ, മറ്റുള്ളവർ പറഞ്ഞോട്ടെ. ഓ ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുക കേട്ടോ. നിങ്ങളിത് കളയരുത് കേട്ടോ, വിട്ടുകളയരുത്. കർത്താവ് എന്തോ ഭയങ്കരമായിട്ട് ചെയ്യുക. ഇന്ന് കർത്താവിനോട് പറയുന്നു, കർത്താവ് മറ്റുള്ളവർക്ക് പറയാനൊരു അവസരം കൊടുത്തു. എന്തുകൊണ്ടാണെന്നറിയോ? പറയാവുന്നത്തോളം പറഞ്ഞോളാൻ. ഓ യെസ്. കർത്താവ് പറയുക, എടാ നിനക്ക് ബർത്തിമായെ കുറിച്ച് പറയേണ്ടതൊക്കെയും പറഞ്ഞു. അവനെ കൊണ്ട് വായടപ്പിക്കാൻ അത്രയും വായടപ്പിച്ചു. എന്നാൽ ഞാനൊന്ന് കയറി വരുന്നുണ്ട്. ഞാൻ കയറി വന്നു കഴിയുമ്പോൾ വായടപ്പിച്ചവന്റെ ഒക്കെ വായ ഞാനൊന്ന് അടയ്ക്കും. ഓ റീബാലാബു റീമാ റാസ ജേനെ ദേരി മണ്ഡോരാവാസി. വായ അടപ്പിച്ചവന്റെ വായെ കർത്താവ് അങ്ങ് അടച്ചു. അവന്റെ വായെ കർത്താവ് തുറന്നപ്പോൾ പിന്നെ അവന് കുറ്റമില്ല. അവന്റെ വാ തുറന്നിരിക്കുക. ഓ എന്തൊരത്ഭുതം, എന്തൊരത്ഭുതം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ വായടപ്പിച്ച് നിന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, നിനക്ക് കഴിവില്ല, നീ ഒരിക്കലും നേരെയാകത്തില്ല, നീ ഒരിക്കലും രക്ഷപ്പെടത്തില്ല, നീ ഒരിക്കലും നന്മ അനുഭവിക്കത്തില്ല, നീ ശപിക്കപ്പെട്ടവനാ, നീ ശപിക്കപ്പെട്ടവളാ. ഈ ദേശത്ത് നിന്നെ ഞങ്ങൾ പറഞ്ഞയക്കുകയാ. ഈ ദേശത്ത് നീ രക്ഷപ്പെടത്തില്ല, നീ ഫ്ലറിഷ് ആകത്തില്ല. കർത്താവിന്റെ വായിൽ ഒരു വാക്ക് തരുന്നു, നീ ഫ്ലറിഷ് ആകത്തില്ല എന്ന് പറഞ്ഞ് നീ വളർന്നു വന്നപ്പോൾ നിന്നെ ബഡായിരുന്നപ്പോൾ തന്നെ നിന്നെ ഒടിച്ചു കളഞ്ഞ് നിന്റെ വളർച്ചയെ മുരടിപ്പിച്ച് നിന്നെ നശിപ്പിച്ചു കളയുവാൻ ശ്രമിച്ചവരുടെ മുൻപിൽ നിന്നെ ഒരു ജയോത്സവമായി നടത്തുവാൻ ഇന്ന് എന്റെ യേശു ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഓ റിബാലാബ ഷാരാബു സേലെ മേരിയ റൂബ രാജ നാഖാരാബു ദേരെ മേരി മണ്ഡോരാബാസി റീബാല റബാസ ജേനെ ദേരി മണ്ഡോരാബാസി കാലബു. ഓ യേശു എന്ന് കടന്നു വന്നിട്ടുണ്ട്. യേശു ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. നീ ഉയർന്നു വന്നപ്പോൾ നിന്നെ തലയ്ക്ക് പിടിച്ച് ഇരുത്തി, ഇരിയടാ അവിടെ എന്ന് പറഞ്ഞ് ഇരുത്തിയവരുടെ മുൻപിൽ, നീ കൊള്ളത്തില്ല എന്ന് പറഞ്ഞവരുടെ മുൻപിൽ, നീ രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞവരുടെ മുൻപിൽ, നീ ശാപമായിരിക്കുമെന്ന് പറഞ്ഞവരുടെ മുൻപിൽ, നീ ഉയർന്നു വന്നപ്പോൾ നിന്നെ പൊങ്ങിമെന്ന് നാമ്പ് ഒടിച്ചു കളഞ്ഞവരുടെ മുൻപിൽ അവരുടെ വായെ അടച്ചുകൊണ്ട് നിന്നെ അമാനുഷികമായ രീതിയിൽ ഉയർത്തി മാനിച്ച് അനുഗ്രഹിച്ച് പൊക്കി നിന്നെ ഉയർത്തി മാനിക്കുന്ന നല്ല നീർത്തോട്ടമുള്ള നീരൊഴുക്കുള്ള ഒരു തോട്ടം പോലെ നിന്നെ ആക്കി മാറ്റുന്ന എന്റെ യേശു ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിട്ടുണ്ട്. മാലറബോ ഷാലറബ സേരമേരി മണ്ഡോരാബാസി ദൂരി ബിലിബിരി മണ്ഡോരാബാസാഖ മഖാരെ ഖാലിഗാറാബോസിയ റൂബാറെജെ നെദലി മണ്ഡോരാബാസി. ബർത്തിമായിക്ക് കാഴ്ച കൊടുത്തു കർത്താവ്. ബർത്തിമായെ വിളിച്ച്, ബർത്തിമായേ കേറി വാടാ എന്ന് പറഞ്ഞു. വചനം പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ ഈ പുതച്ചിരുന്ന പുതപ്പെറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് ആളുകൾ പറഞ്ഞു, ബർത്തിമായേ യേശു നിന്നെ വിളിക്കുന്നു. അവനൊരു ഓട്ടമായി യേശുവിന്റെ അടുത്തോട്ട്, ബർത്തിമായേ നിനക്ക് എന്ത് വേണം? ഈ ദിവസങ്ങളിൽ when you have an encounter, കർത്താവ് നിനക്ക് ഒരു എൻകൗണ്ടർ തരുമ്പോൾ കർത്താവ് നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് എന്ത് വേണം? എല്ലാവരും പറയും, യാക്കോബിനെ അവൻ വിളിച്ചു, യാക്കോബിന്റെ അടുത്തുനിന്ന് റെസ്ലിംഗ് നടത്തി. എന്നിട്ട് യാക്കോബിനോട് ചോദിച്ചു, യാക്കോബേ നിന്റെ പേരെന്താ? യാക്കോബ് പറഞ്ഞു, എന്റെ പേര് യാക്കോബ് എന്നാകുന്നു. മൈ നെയിം ഈസ് ജേക്കബ്. എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്,
അവൻ ഡിസീവർ ആണെന്ന് സംസാരിച്ചപ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ചുവെന്ന്. നോ 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 നോ, ഞാനത് വിശ്വസിക്കുന്നില്ല. ദൈവം നമ്മളെ അടുത്തേക്ക് കടന്നു വരുന്നത് നിന്റെ കുറവുകളെ ഓർപ്പിക്കാനല്ല കേട്ടോ. നോ, കർത്താവ് പറയുകയാ, നീ പറയുന്നത് നീ ഒരു ഡിസീവറാന്നാ, ലോകം പറയുന്നത് നീ ഒരു ഡിസീവറാന്നാ, പക്ഷെ ഞാൻ നിന്നെ വിളിക്കുന്ന ഡിസീവർ എന്നല്ല, എന്റെ ജനത്തിന്റെ പ്രഭു എന്ന. സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് കർത്താവ് റെവലേഷൻ ആകട്ടോ. അത് എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യാക്കോബ് സമ്മതിച്ചു, അവൻ വഞ്ചകനാണെന്ന് സമ്മതിച്ചപ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ചെന്ന്. ദൈവം അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് നിങ്ങളെ നോക്കി ഞാൻ പറയട്ടെ, ഒരു കാര്യം പറയട്ടെ, ഇതൊന്ന് സ്വീകരിക്കണേ. ആരെങ്കിലും ഒന്ന് ഏറ്റെടുക്കണേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓടി മുമ്പോട്ട് വരണേ വരാൻ കേട്ടോ. ആണോ പെണ്ണോ ഒന്നും നോക്കണ്ട, വരേണ്ടവർക്ക് മുമ്പോട്ട് വരാൻ സന്തോഷമുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളോട് ആൾക്കാർ പറയും, നീ കൊള്ളരുതാത്തവനാ, പാപിയാ, നിനക്ക് ഗുണം പിടിക്കത്തില്ല. കർത്താവ് വന്ന് ചോദിക്കുക നിന്നോട്, നീ ആരാ? അയ്യോ, ഞാൻ കൊള്ളരുതാത്തവനാണെന്ന് പറയുമ്പോ കർത്താവ് പറയും, ഓഹോ, മറ്റുള്ളവര് പറയുന്ന പേര് നിന്റെ നെറ്റിയിൽ എഴുതി വെക്കരുത്. മറ്റുള്ളവര് പറയുന്നത് നിന്റെ മനസ്സിലോട്ട് നീ എടുക്കരുത്. നീ എനിക്ക് വിലയേറിയവനും മാന്യനും ആകയാൽ. അങ്ങനെ ദൈവവചനം പറയുന്നേ, ബിക്കോസ് യു ആർ precious and beloved in my sight. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാകയാൽ നിനക്ക് പകരമായി ജാതികളെ ഞാൻ കൊടുക്കുന്നു. ദൈവവചനം പറയുന്നതാണ്, യാക്കോബേ, നീ പാപിയാണെന്നല്ല, നീ വഞ്ചകനാണെന്നല്ല, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണ്. മറ്റുള്ളവർ പറഞ്ഞു, യാക്കോബ് വരുന്നു, വഞ്ചകൻ വരുന്നു, ഡിസീവർ വരുന്നു. ലാബാൻ പറഞ്ഞു, ഡിസീവർ വരുന്നു. യേശു പറഞ്ഞു, ലാബാനെ, നീ എന്റെ ദാസനായ യാക്കോബിന് നേരെ ഒരു വാക്കെങ്കിലും പറഞ്ഞാൽ നിന്നെ ഞാൻ വെച്ചേക്കത്തില്ല. എന്തുകൊണ്ടാ? നീ അവനെ ഡിസീവർ എന്ന് വിളിക്കുമ്പോൾ ഞാൻ അവനെ വിളിക്കുന്നത് എന്റെ ജനത്തിന്റെ പ്രഭു എന്ന. സ്തോത്രം. ലോകമിടുന്ന പേരല്ല നമ്മുടെ പേര് കേട്ടോ. നമ്മുടെ പേര് സ്വർഗം ഇടുന്ന പേരാ. സ്വർഗം നിന്റെ നെറ്റിയിൽ ഒരു പേരെഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. സ്വർഗം നിന്റെ നെറ്റിയിൽ ഒരു പേരെഴുതി വെച്ചിട്ടുണ്ട്. എന്റെ പേര് എന്റെ അപ്പൻ മനുഷ്യ എബ്രഹാം എന്നിട്ടു, എന്നാൽ സ്വർഗം എന്റെ നെറ്റിയിൽ ഒരു പേരെഴുതി വെച്ചിട്ടുണ്ട്. ആ പേര് സ്വർഗം വിളിക്കുന്നത്. മോശയുടെ അപ്പനും അമ്മയും അല്ല എങ്കിൽ മോശയിൽ ഫറവോന്റെ മകള് മോശയ്ക്ക് ഒരു പേരിട്ടു, വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവനാകുന്നത് കൊണ്ട് അവന്റെ പേർ മോശ എന്നാകും. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, നിന്റെ പേർ മോശ എന്നല്ല, യു ആർ ദ ഡെലിവറർ ഓഫ് മൈ ചിൽഡ്രൻ ഇസ്രായേൽ. ഹല്ലേലൂയ, യു ആർ എ ഡെലിവറർ. അങ്ങനെ നമ്മുടെ തലയിൽ ഒരു പേരെഴുതി വെച്ചിട്ടുണ്ട്. ദാവീദിന്റെ അപ്പം പറഞ്ഞു, ദാവീദിന്റെ പേര് ദാവീദ് ഇശായി എന്നാണ്. ദൈവം പറഞ്ഞു, നോ, അവന്റെ പേര് ദ കിങ് ഓഫ് ഇസ്രായേൽ എന്നാണ്. ഹല്ലേലൂയ. അവന്റെ ഹൃദയത്തിൽ എഴുതി വെച്ചിരിക്കുകയാ, ദ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. ഹല്ലേലൂയ. യാക്കോബിൻ നമ്മുടെ യോസഫിനെ നോക്കി യോസഫിന്റെ അപ്പം പറഞ്ഞു, നീ ഒരു യോസഫാണ്. ദൈവം പറഞ്ഞു, നോ, ഹി ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഈജിപ്റ്റ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ദൈവം നമ്മുടെ നെറ്റിയിൽ, ദൈവം നമുക്ക് വേണ്ടി അയച്ചിരിക്കുന്ന ആ അനോയിന്റിങ്, ദൈവം നമുക്ക് വേണ്ടി അയച്ചിരിക്കുന്ന ആ അഭിഷേകം, ദൈവം നമുക്ക് വേണ്ടി അയച്ചിരിക്കുന്ന ആ അപ്പോയിന്റ്മെന്റ്, ആ അപ്പോയിന്റ്മെന്റ് ആണ് നമ്മുടെ പേരായി മാറുന്നത് ഇന്ന് പകൽക്കാലം. ഓ ഹല്ലേലൂയ. യേശുവിനെ നമ്മളെല്ലാവരും യേശു എന്ന് പറയുമ്പോൾ അവന്റെ പേര് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്. യെസ്, അവനൊരു പേരുണ്ട് ഭൂമിയിൽ, അവനൊരു പേരുണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. ആ യേശുവിന്റെ പേരിന് ശക്തിയുണ്ടോ? അവന്റെ നാമത്തിന് മുൻപാകെ എല്ലാ മുഴങ്കാലുകളും മടങ്ങും. എന്നാൽ അവനൊരു പേരുണ്ട്, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, ദ മസായ, ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഒരുവൻ യേശുവിലല്ല, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. സ്തോത്രം. യേശു തന്നെയാണ് ക്രിസ്തു, പക്ഷേ അവന് സ്വർഗത്തിൽ ഒരു പേരുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമുക്കൊരു പേരുണ്ട് കേട്ടോ. നമുക്കൊന്ന് അഭിഷേകത്തിന്റെ മേൽ ഒരു പേര് എഴുതിയിട്ടുണ്ട്, ഒരു വലിയ പേര് അവനിട്ടിട്ടുണ്ട്. ആ പേരിന് ഒരു ഡേറ്റും അവനിട്ടിട്ടുണ്ട്. ഓൺ ദിസ് ഡേ യുവർ അനോയിന്റിംഗ് വിൽ ബി ആക്ടിവേറ്റഡ്. മോശയ്ക്ക് ആ പേരിട്ടത് മോശ ജനിക്കുന്നതിന് മുമ്പ് ഇട്ടതാ, പക്ഷെ ആക്ടിവേറ്റ് ആയത് 80-ാമത്തെ വയസ്സിൽ. യോസഫിന് ഇട്ടത് യോസഫ് ജനിക്കുന്നതിന് മുമ്പ് ഇട്ടതാ, പക്ഷെ ആക്ടിവേറ്റ് ആയത് 30-ാമത്തെ വയസ്സിൽ. സ്തോത്രം. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ വന്നത് ദൈവമായിട്ടാ, അവൻ പരിപൂർണ ദൈവമായിരുന്നു. എന്നാൽ അവന്റെ വർക്ക് ആളുകൾ കാണാൻ തുടങ്ങിയത് 30-ാമത്തെ വയസ്സിൽ.
ഓ ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ഇതുവരെയും നീ ശൂന്യനായിരുന്നുവെങ്കിൽ വചനം എനിക്ക് ശുശ്രൂഷ നിർത്താൻ പറ്റുന്നില്ല, പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതുവരെയും നീ ശൂന്യനായിരുന്നുവെങ്കിൽ നിന്റെ ശൂന്യതയെ മാറ്റുന്ന ഒരു കർത്താവ്. ധീരാബാലാഭൂഷണ്ടര. നിങ്ങളിത് തമാശയായിട്ട് എടുക്കരുത് കേട്ടോ. തമാശയായിട്ട് എടുത്ത് നിങ്ങൾ തമാശയായിട്ട് വീട്ടിൽ പോകും. ഇന്ന് കർത്താവ് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളിലുള്ള ചാരത്തെ അവൻ നൂതിക്കളയുക. എന്നിട്ട് നിങ്ങളിലുള്ള ആ കനലിനെ അവൻ ജ്വലിപ്പിക്കുകയാ. അവൻ ആഗ്രഹിക്കുന്നത് ആ കനലൊന്ന് ജ്വലിക്കണമെന്ന. ആ കനലൊന്ന് ജ്വലിച്ചാൽ മാത്രമേ അവന്റെ അഗ്നി നമ്മുടെ മേൽ കത്തത്തുള്ളൂ. കർത്താവ് പറയാ, ശൂന്യത അവൻ മാറ്റുന്നവനാ. അവൻ ശൂന്യതയെ മാറ്റുന്നവനാ. അവൻ ശൂന്യതയുടെ കർത്താവല്ല. He is a God of abundance. I is a God of abundance. ദൈവവചനം പറയുന്നു, Jesus came so that we will have life in abundance. സമൃദ്ധിയുടെ കർത്താവാ നമ്മുടെ കർത്താവ്. സമൃദ്ധിയുടെ കർത്താവാ അവൻ. സമൃദ്ധിയായി ജീവൻ ഉണ്ടാകേണ്ടതിനാ വന്നേ. ശത്രു വരുന്നത് to kill, steal and destroy. നശിപ്പാനും മുടിപ്പാനും കൊല്ലുവാൻ വേണ്ടി ശത്രു വരുമ്പോൾ എൻ്റെ യേശു വരുന്നത് അവൻ നശിപ്പിക്കാനല്ല, അവൻ വരുന്നത് സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകേണ്ടതിനാ. ഭർത്തിമായെ നോക്കി ഈ ലോകത്തിന്റെ മക്കൾ മുഴുവൻ അവനെ നശിപ്പിക്കുവാൻ തക്കവണ്ണം കുരുട അന്ധ എന്ന് വിളിക്കുമ്പോൾ സ്വർഗം അവനെ നോക്കി വിളിച്ചു, എന്നെ ആരാധിക്കുന്നവനായ ഒരു ഭർത്തിമായി. ഹല്ലേലൂയ. എന്നെ അറിയുന്ന ഒരു ഭർത്തിമായി ഞാൻ അവന് കാഴ്ച കൊടുക്കും. ലോകം ഭർത്തിമായെ നോക്കി പറഞ്ഞു, നീ ഒരിക്കലും ഗുണം പിടിക്കത്തില്ല, നിന്റെ പാപം കൊണ്ടാ ഇത് വന്നത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ യേശു അല്ലല്ലല്ല, ഇന്ന് അവന്റെ ഉള്ളിൽ ഞാൻ അത്ഭുതം ചെയ്യുമ്പോൾ അവൻ എനിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു അത്ഭുതമായി മാറും. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഇത്രയും നേരം നമുക്ക് കർത്താവിന്റെ വചനം കേൾക്കുവാൻ കർത്താവ് കൃപ നൽകി. ഞാൻ വിശ്വസിക്കുന്നുണ്ടല്ലോ, ഇനി മുതൽ ഈ അഭിഷേകം ഇറങ്ങി ഭയങ്കര പവർ വരുമ്പോൾ നിങ്ങൾ ഓടി മുമ്പോട്ട് വരണം. നിങ്ങൾ പുറകെ നിൽക്കരുത്, ഓടി വരണം മുമ്പോട്ട്. അഭിഷേകത്തെ അങ്ങ് എടുക്കണം. സ്തോത്രം. നമുക്കൊരു മാറ്റം ഉണ്ടാകണം സഭയ്ക്കകത്ത്. നമ്മൾ ചുമ്മാ എല്ലായിടത്തും ഇരിക്കുന്ന ഒരു ആൾക്കാരാകാതെ നമ്മൾ ഓടി നടക്കുന്നവരാകണം. സ്തോത്രം. കയറി പിടിച്ചോണം കയ്യേലോട്ട്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ആൾക്കാർ കയ്യെ കയറി പിടിക്കുമ്പോൾ ചിലരെന്നോട് പറഞ്ഞു കയ്യെ കയറി പിടിക്കുന്നതൊക്കെ തെറ്റാണെന്ന്. ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ എഴുതിയിരിക്കുകയാ, അവങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് കൊണ്ട് ജനങ്ങളെല്ലാം അവനെ തൊടുവാൻ ശ്രമിച്ചത്. ആരെയാ? യേശുവിനെ കയറി പിടിക്കാൻ ശ്രമിച്ചത്. എന്തുകൊണ്ടാണ്? അവങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. സ്തോത്രം. നാം ഒരു കാര്യം മനസ്സിലാക്കണം, ആ ശക്തി പുറപ്പെടുന്ന സമയത്തുണ്ടല്ലോ ഭയങ്കര പവറാ. സ്തോത്രം. അതൊക്കെ നമ്മൾ കളയരുത്. നമ്മൾ കയറി അങ്ങ് പിടിച്ചോണം. നിങ്ങൾക്ക് കയറി പിടിക്കാൻ ബുദ്ധിമുട്ടാണോ? ഞാൻ കൈ നീട്ടിത്തരാം, കയറി പിടിച്ചോ കയ്യാലോട്ടോ, കുഴപ്പമില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ ആ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇന്ന് എനിക്കറിയാം എൻ്റെ ശരീരത്തിൽ കൂടെ കറന്നു ഒരു ഇലക്ട്രിസിറ്റി പോലെ പവർ വന്നുണ്ട്. ഐ നോ ദ പവർ. മരിച്ചവർ ഉയർക്കുന്ന ഒരു ശക്തി, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ഒരു ശക്തി, അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ശക്തി, അതിൻ്റെ യേശുവിൻ്റെ ശക്തി. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ് ജീസസ്. താൻ വാഴുകയാ ആകുലമില്ല നാളെയെന്ന്, ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്ത എത്ര ധന്യമേ ഈ ലോക ജീവിതം. താൻ വാഴുകയാ ആകുലമില്ല നാളെയെന്ന്, ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്ത എത്ര ധന്യമേ ഈ ലോക ഇതം. നല്ല പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എടുക്കുവാൻ പോകുന്ന സ്തോത്രകാഴ്ചയ്ക്കായി സ്തോത്രം. ഇതിലേക്ക് നീട്ടുന്ന ഓരോ കാര്യങ്ങളെയും ട്രാൻസ്ഫർ ചെയ്യുന്ന ഓരോ അക്കൗണ്ടുകളെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ.
ഇന്ന് ഞങ്ങളുടെ ഇടയിൽ അങ്ങ് കടന്നു വന്ന് അങ്ങ് അതിശയകരമായി പ്രവർത്തിച്ച കൃപയ്ക്കായി നന്ദി. അങ്ങ് ഞങ്ങളുടെ ഇടപെട്ടു. കർത്താവേ, ഇന്ന് പറഞ്ഞ നല്ല നന്മകളെയും അവകാശങ്ങളെയും അങ്ങയുടെ ഉറപ്പിനെയും അങ്ങയുടെ ആക്ടിവേഷൻ ഓഫ് അനോയിൻറ്റിങ്ങിനെയും ഞാൻ സ്വീകരിക്കുന്നു. കർത്താവേ, ഐ ആം ടേക്കിംഗ് ഇറ്റ്. ഞാനത് സ്വീകരിക്കുക. അത് ഞാനിങ്ങ് എടുക്കുക. എനിക്ക് വേണ്ടി ഞാനത് സ്വീകരിക്കുക. എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ഈ സഭയ്ക്ക് വേണ്ടി ഞാനത് സ്വീകരിക്കുന്നു. അങ്ങ് എന്നെ ഏൽപ്പിച്ച മിനിസ്ട്രിക്ക് വേണ്ടി ഞാനത് സ്വീകരിക്കുന്നു. ഞങ്ങളുടെ ഇംഗ്ലീഷ് ചർച്ചിന് വേണ്ടി ഞാനത് സ്വീകരിക്കുന്നു. ഞങ്ങളുടെ ചർച്ച് മിനിസ്ട്രിക്കായിട്ട് ഞാനത് സ്വീകരിക്കുന്നു. കർത്താവ് അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്ന ഇന്റർനാഷണൽ ട്രാവലിംഗ് മിനിസ്ട്രിക്കായിട്ട് ഞാനത് സ്വീകരിക്കുന്നു. ഞാനത് സ്വീകരിക്കുന്നു കർത്താവെ. ഐ റിസീവ് ഇറ്റ് ഫ്രം യു. അത് കർത്താവെ അങ്ങ് പറഞ്ഞു, ഞാനത് ഏറ്റെടുക്കുക. കർത്താവ്, അത് എനിക്കുള്ളതാ, അത് എനിക്കുള്ളതാ, അത് എനിക്കുള്ളതാ. നമുക്ക് ഓരോരുത്തർക്കും പറയാം, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ എടുക്കണമല്ലോ. കർത്താവെ, അത് എനിക്കുള്ളതാ. സ്തോത്രം. ഹല്ലേലൂയ. മടി കൂടാതെ പറ, അത് എനിക്കുള്ളതാ. സ്തോത്രം. മടി കൂടാതെ പറ, അത് എനിക്കുള്ളതാ. ഓ ഹല്ലേലൂയ. റാബാല റാബോ ഷാല റാബ സാറാബാദേഗേരി മൺഠോരാബസി. കർത്താവ്, ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പിരിയുന്നുവെങ്കിലും പിരിയാത്ത അങ്ങയുടെ വലിയ കരുതലിനുള്ളിൽ, സ്നേഹത്തിനുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞാട്ടെ. കർത്താവ്, ഇവിടെ സമയമായി, ഹോളിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാൻ സമയമായി. ഇപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇവിടുന്ന് ഇപ്പോൾ ലീവ് ചെയ്യാൻ സമയമായി. എങ്കിലും അടുത്ത ഞങ്ങൾ കടന്നു വരുമ്പോൾ ഇതിൽ കൂടുതൽ ആളുകളുമായി കർത്താവെ, ആത്മാവിൻ്റെ ശക്തിയിൽ നിറഞ്ഞുകൊണ്ട് അങ്ങേ സ്തുതിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് തരുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ. ഐ ലവ് യു സോ മച്ച്. ഐ ലവ് യു ഡീപ് ഫ്രം മൈ ഹാർട്ട്. ജീസസ്, ഐ ലവ് യു ആൻഡ് ഐ റെസ്പെക്ട് യു. താങ്ക് യു. അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തോത്രം. അപ്പാ, നന്ദി. സർവ്വത്വം അങ്ങയ്ക്ക്. അത് ക്രിസ്തയേശുവിൻ നാമത്തിൽ, നല്ല പിതാവേ. The Lord bless you and keep you. The Lord make his face shine upon you and be gracious unto you. The Lord lift up his countenance upon you and give you peace. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും നമ്മോടും ഇന്ന് കടന്നു വന്ന വ്യക്തികളോടും കുടുംബങ്ങളോടും എപ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ.